അത് മറ്റേ ഈ ഖൈബർ യുദ്ധത്തിന്റെ അത് അത് സമയത്ത് സഫിയാണ്, അതല്ല. അതല്ല. അപ്പൊ ഒരു വ്യഭിചാരത്തിന്റെ ലിസ്റ്റിൽ വരുന്നത് എന്താ വെച്ചാൽ, ഒരു വിശ്വാസിക്ക് അനുവദിക്കപ്പെട്ടത് ലൈംഗിക ബന്ധം അവരുടെ ഭാര്യമാരുമായിട്ടും അതുപോലെ തന്നെ അവരുടെ വലങ്കൈ അധീനരായ അടിമ സ്ത്രീകളുമായിട്ടും മാത്രമാണ്. അതല്ലാത്ത മുഴുവൻ വ്യഭിചാരമാണ്. ഓക്കെ. അപ്പൊ ഈ പിന്നെ മുഹമ്മദ് അനുവദിച്ച മൊത്ത വ്യഭിചാരത്തിന്റെ ലിസ്റ്റ് വരുമോ? ഇല്ല, അത് അനുവദിച്ചിട്ടില്ല, ഹറാമാണ്. അനുവദിച്ചിട്ടില്ലേ? ഇല്ല. ഞങ്ങൾ തെളിവ് തന്നാലോ? ഇല്ല, നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ ഇതിൽ അനുവദിച്ചിട്ടുണ്ടോ? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. മൊത്തം ഞങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ടെമ്പററി മാരേജ് അല്ലേ? അതെ. ടെമ്പററി മാരേജ് ഇസ്ലാമിൽ നിരോധിച്ചിട്ടുണ്ട്. ആര് നിരോധിച്ചു? ഇസ്ലാം എപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. നിരോധിച്ചു? ആദ്യം ഇല്ല, അനുവദിച്ചിരുന്നു. ഇസ്ലാം അങ്ങനെ അല്ല. ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദ് അനുവദിച്ച ഒരു കാര്യം, മുഹമ്മദ് കൊണ്ടുവന്ന ഒരു കാര്യം നിരോധിക്കാൻ മുഹമ്മദിനെ കഴിഞ്ഞും വലിയവൻ വരണ്ടേ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഇസ്ലാമിനുണ്ടോ? ഇസ്ലാമിക നിയമത്തിൽ അത് നിരോധിക്കപ്പെട്ടതാണ്. ആദ്യം സഹോദരൻ, ഇസ്ലാം അനുവദിച്ചിരുന്നു. അതിന്റെ തെളിവ് പറയൂ. തെളിവ് തരൂ. അത് ഏത് പ്രമാണം? ഓക്കെ, ആ സംഗതി ഓക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിൽ ചോദ്യമില്ലല്ലോ. അല്ല, ഓക്കെ. അല്ല, അനുവദിക്കാൻ ഇത് അവർക്കുള്ള അധികാരം എന്താണെന്ന് പറയണം. ഒന്നെങ്കിൽ അള്ളാഹു അനുവദിക്കണം, അല്ലെ മുഹമ്മദ് പറയണം. അല്ലാതെ ഒരു കാര്യം വരൂലല്ലോ. നിങ്ങൾക്ക് തന്നോളൂ, തെളിവ് പറയേണ്ടത് തന്നോളൂ. ടെമ്പററി മാരേജ്. അല്ലല്ല, ഒരു സെക്കൻഡ്. അപ്പൊ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അപ്പൊ ബാക്കിയുള്ളൊരു വേറെ ഏതെങ്കിലും രീതി ബന്ധപ്പെട്ട വ്യഭിചാരം എന്ന് പറയത്തില്ലയോ? ആ ഒരെണ്ണത്തിന് മാത്രമാണ്. അത് വിട്ടിട്ടുള്ള വേറെ ഉണ്ടല്ലോ കൂട്ടുകാരെ. വ്യഭിചാരം എന്താണെന്ന് ചോദിക്കാനുണ്ടല്ലോ. പറഞ്ഞോളൂ. കത്തോലിക്ക നിങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞോളൂ. നജീബ് ബദറെ പറയൂ, തെളിവ് പറഞ്ഞോളൂ. ഏതാണ് പുസ്തകം? ഏതാണ്? നിങ്ങൾക്കിപ്പോ വേണ്ടത് ടെമ്പററി മാരേജ് ഇസ്ലാമിൽ അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണോ അറിയേണ്ടത്? അല്ല, അനുവദിച്ചിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങളുടെ കയ്യിൽ തന്നെ തെളിവുണ്ടല്ലോ. അപ്പൊ അത് പറഞ്ഞോളൂ. ഏത്? നിങ്ങൾ പറയുന്നത് ഇസ്ലാമിൽ ടെമ്പററി മാരേജ് അനുവദിച്ചിട്ടുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ. ഓക്കെ, അനുവദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നീട് അത് നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് അനുവദനീയമല്ല. ഇപ്പോഴുള്ള മുസ്ലിംസിന് അത് അനുവദനീയമല്ല. അല്ല, ചോദ്യം ഇതാണ് ബദറെ, അത് എപ്പം മുതലാണ് നിരോധിച്ചത്? ആരാണ് നിരോധിച്ചത്? മുഹമ്മദിന് ശേഷം നിരോധിക്കാൻ അധികാരം ആർക്കും ഇല്ല. മുഹമ്മദ് ആണ്, അള്ളാഹു അനുവദിച്ചതാണ് മുഹമ്മദ് പറയുന്നത്. അപ്പൊ ഈ മുഹമ്മദിന് ശേഷം മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോൾ അത് നിരോധിച്ച കാര്യം ഉണ്ടോന്നാ ചോദിക്കുന്നത്. തെളിവ്? ഉണ്ട്. കൂടാതെ ലോകാവസാനം വരെയുള്ള സംഭവം അല്ലേ ഇത്? അതെ. ലോകാവസാനം വരെയുള്ള സംഭവമാണ്. അതെങ്ങനെ മാറ്റാൻ പറ്റും? അതായത് ഒരു ഉദാഹരണം പറഞ്ഞാല്, ഈ 10 പ്രാവശ്യം മുല കൊടുക്കണം പ്രായപൂർത്തിയായ ഒരു പുരുഷനെ സഹോദരിയാക്കാൻ. ഒരു അപരിചിതയായ സ്ത്രീ അവരുമായിട്ട് സംസാരിക്കണമെങ്കിൽ, മുഖം കാണിക്കണമെങ്കിൽ അവരെ 10 പ്രാവശ്യം മുല കൊടുക്കണമെന്ന് കൽപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 5 ആക്കി. ഈ 5 എന്നുള്ളത് തെളിവല്ലേ? 5 എന്നുള്ളത് തെളിവ്. ലോകാവസാനത്തോളം നിൽക്കുകയല്ലേ ഈ തെളിവ്? എന്ന് പറഞ്ഞതുപോലെ ഈ മുത്തനിക്ക എന്ന് പറയുന്ന കാര്യം ലോകാവസാനത്തോളം നിൽക്കുകയല്ലേ? അല്ലെങ്കിൽ പിന്നെ മുഹമ്മദ് അത് നിരോധിച്ച സഹിഹായ ഹദീസോ അങ്ങനെ വേണം? അങ്ങനെ ഉണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? ഉണ്ട് ബ്രദർ. അതിന് ഹദീസ് ഉണ്ട്. ഹദീസൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് ഇപ്പോൾ എന്തല്ല, അനുവദിക്കപ്പെട്ടൊരു സംഭവമല്ല. ഓക്കെ, മര്യാദ കോപ്റ്റിക്കുമായിട്ടുള്ള പരിപാടി വ്യഭിചാരത്തിൽ പെടത്തില്ലേ? എന്താണ് മര്യാദ കോപ്റ്റിക്കുമായിട്ടുള്ള മുഹമ്മദിന്റെ പരിപാടി ഡിങ്കോൾഫിയോ, അത് വ്യഭിചാരത്തിൽ പെടത്തില്ലേ? അത് പുള്ളി വലങ്കൈ ഉടമപ്പെടുത്തിയല്ലോ മര്യാദ കോപ്റ്റിക്കിന്, സമ്മാനമായിട്ട് കിട്ടിയതല്ലേ? മാരിയത്തുൽ കിബ്തിയുടെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത്. മാരിയത്തുൽ കിബ്തി എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീയാണ്. അവര് അല്ലല്ല, പുള്ളിക്ക് സമ്മാനമായിട്ട് കിട്ടിയതാണ്, ഒരു രാജാവ് കൊടുത്തതെന്നാണ് ഞങ്ങളുടെ അറിവ്. ഓക്കെ, ഒരു അടിമ സ്ത്രീ ഒരാളുടെ കീഴിൽ വരുന്ന പല രീതിയിലും വരും. പ്രവാചകന് വലങ്കൈ സമ്മാനമായിട്ട് ഉടമപ്പെടുത്തിയവരും കല്യാണം കഴിച്ചവരുമാണ് ഇവരുടെ കണക്കിന് മുഹമ്മദിന് ഇത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അല്ലാതെ സമ്മാനമായിട്ട് കിട്ടിയത് ഒരിക്കലും വലതുകൈ ഉടമപ്പെടുത്തിയ കാറ്റഗറിയിൽ വരുത്തതല്ല. ഒരു വലങ്കൈ
ഉടമപ്പെടുത്തിയ സ്ത്രീ ഒരാളുടെ കീഴിൽ വരുന്നത് പല രീതിയിലായിരിക്കാം. പ്രവാചകൻ അത് വന്നിട്ടുള്ളത് സമ്മാനമായിട്ട് അത് തന്നെയാണ് ഏതൊക്കെ വന്നിട്ടുള്ളത്. രീതിയിലാന്ന് പറയാമോ? സമ്മാനം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ മാരിയത്തുൽ കിബിത്തി വന്നതുപോലെ വരാം. അല്ലെങ്കിൽ ഒരു യുദ്ധ സാഹചര്യത്തിൽ പിടിക്കപ്പെടുന്ന ആളുകൾ അവരുടെ സംരക്ഷണം അവിടെയുള്ള വിശ്വാസികളെ ഏൽപ്പിക്കും. ആ രീതിയിൽ വരുന്നതാവാം. ഇനി അതല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ അടിമകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സംവിധാനം വരെ ഉണ്ടായിരുന്നു. ഒരാൾ വില കൊടുത്ത് വാങ്ങിയതാവാം. അങ്ങനെയൊക്കെ ഉണ്ടാവാം. പല രീതിയിലും അന്ന് ഓക്കെ, ഒരാളുടെ ഇങ്ങനെ കീഴിൽ അടിമകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതിയ ഒരു റെഫറൻസ് കാണിച്ചു തരാമോ? വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ ഇങ്ങനെ 3 തരത്തിൽ വരാം എന്ന് എഴുതിയേക്കുന്ന എവിടെയെങ്കിലും ഇസ്ലാമിക ഒരു കിതാബ്, ഏതെങ്കിലും ഒരു കിതാബ് കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരെണ്ണം. അത് അല്ല, അത് ഈ നിങ്ങൾ ഈ സമയത്തും അടിമപ്പെടുത്തുന്ന, അല്ല, വലത് കൈ അടിമപ്പെടുത്തുന്ന ഈ സമയത്തും ഉണ്ടോ? നമ്മുടെ കേരളത്തില് ആ, അന്ന് അത് ആ, ആലപ്പുഴ അത് നമുക്ക് പിന്നീട് കോഴിക്കോടും. ചർച്ച ചെയ്യാം ചം ബ്രദറെ. ഇദ്ദേഹം ഇപ്പം ഓക്കെ. ഇങ്ങനെ വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ മാരിത്തുൽ കിപ്തിയെ കിട്ടിയ പോലെ അങ്ങനെ ഉണ്ട് എന്നുള്ള ഏതെങ്കിലും ഒരു കിതാബിൽ ഉള്ള റെഫറൻസ് ഒന്ന് കാണിക്കുക. അതോ നജീബിന്റെ തന്നെ ആ, എന്താ പറയുന്നത് നറേഷൻ ആണോ എന്ന് അറിയണമല്ലോ. അന്നേരം അങ്ങനെ ഒരു കിതാബ് അല്ലല്ല, കാണിച്ചു. നജീബിന്റെ ഹദീസ്, നജീബിന്റെ ഹദീസ്. അതിന് നിങ്ങൾ ഹദീസും ഖുറാനും നോക്കേണ്ട ആവശ്യമില്ല. ചരിത്രം പഠിച്ചാൽ ആ, തന്നെ ഏത് എങ്ങനെയൊക്കെയാണ് ചരിത്ര പൂർവ്വ കിതാബിലാ ഒന്ന് പറഞ്ഞത്? നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കിയാൽ തന്നെ മതിയാവും ചിലപ്പോൾ. ആ, ആ, പൂർവ്വകാലങ്ങളില് ബൈബിൾ യേശുവിന്റെ പുസ്തകമാണോ? പൂർവ്വകാലങ്ങളില് അടിമ സമ്പ്രദായം. ബൈബിളിലാണോ മാരിയത്തുൽ കിപ്തിയെ പറ്റി എഴുതിയിരിക്കുന്നത്? ബ്രദറെ ഒന്ന് ക്ഷമിക്ക്. ക്ഷമിക്കാൻ പറ്റത്തില്ല. പൂർവ്വകാലങ്ങളിൽ താങ്കളുടെ അടുത്ത് ആദ്യം ചോദിച്ച ഇവിടെ പ്രിൻസ് ബ്രദർ പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു അത് മാരിയത്തുൽ കിപ്തി വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീയാണെന്ന്. പക്ഷേ അതിന്റെ ഡെഫിനേഷൻ ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു 3 രീതിയിൽ അടിമപ്പെടുത്താം. വലം കൈ ഉടമപ്പെടുത്തി ഗിഫ്റ്റ് ആയിട്ട് കിട്ടാം, പിന്നെ അല്ലെങ്കിൽ കൊള്ള അടിക്കുന്ന സമയത്ത് കിട്ടാം, പിന്നെ അല്ലെങ്കിൽ അടിമ കച്ചവടത്തിന്റെ ആ സമയത്ത് ഇങ്ങനെ അടിമയുടെ കച്ചവടം നടക്കുകയും മേടിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ആ സമയത്തിലാക്കാം. ഇങ്ങനെ ഈ ഒരു 3 തരത്തിലുള്ള എക്സ്പ്ലനേഷൻ എഴുതിയേക്കുന്ന ഒരു ഹദീസ് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു ഹദീസ് അല്ല, അത് ഒരു എന്താ ഹിസ്റ്ററി പഠിച്ചാൽ. അങ്ങനെ ഒരു ഹിസ്റ്ററി എഴുതിയേക്കുന്ന ഇങ്ങനെ 3 തരത്തിൽ അല്ലെങ്കിൽ 3 കൂടുതൽ തരത്തിൽ വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെ ഇങ്ങനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക. ഇതാണ് വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ എന്ന് എഴുതിയേക്കുന്നത് ഏതെങ്കിലും ഒരു ഹിസ്റ്ററി ബുക്ക് ഒന്ന് കാണിച്ചു. താങ്കൾ ഏത് അത് ബുക്കിൽ നിന്നാണ് ഈ 3 ഡെഫിനേഷൻ ഇങ്ങനെ 3 തരത്തില് വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെ ഉണ്ടാക്കാമെന്നുള്ള കാര്യം പഠിച്ചത്? താങ്കൾ പഠിച്ചു എവിടുന്നാ? ആ പുസ്തകം ഒന്ന് പറഞ്ഞു. ഓക്കെ, ആലം ബ്രദറെ, ആദ്യം ക്ഷമിക്കാനൊന്നും പറ്റില്ല, അങ്ങനെയൊന്നും പറയല്ലേ. നല്ലോണം ക്ഷമ വേണം. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ മതപരമായിട്ടുള്ള ക്ഷമയുടെ കാര്യങ്ങൾ, കാര്യമല്ലല്ലോ വിശ്വാസപരമായിട്ടുള്ള സംസാരിക്കുന്നത്. കാര്യങ്ങൾ. ഞാൻ കിതാബിന്റെ ബ്രദറെ, താങ്കൾ പഠിച്ച ഏത് കിതാബിൽ നിന്ന് ആ കിതാബിന്റെ കാര്യം ചോദിച്ചതേ ഉള്ളൂ. കിതാബിന്റെ പേര് മാത്രം ചോദിച്ചതേ ഉള്ളൂ. ആ പേരും പേജ് നമ്പരും എത്രാന്നും മാത്രമേ ചോദിച്ചുള്ളൂ. എനിക്ക് ക്ഷമക്കുറവിനോ ഒന്നും അങ്ങനെ ക്ഷമയുടെ കാര്യമേ അല്ല നമ്മൾ സംസാരിക്കുന്നത്. ക്ഷമയുടെ കാര്യമല്ല സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിന് നല്ല ക്ഷമ വേണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തിനാ നിങ്ങൾ ഇത്ര ബേജാറാവണ്ടല്ലോ, ബേജാറ് നമുക്ക് സംസാരിക്കാമല്ലോ, ഞാനല്ലല്ലോ, നമ്മൾ പഠിക്കല്ലേ. താങ്കളല്ലേ ബേജാറാവുന്നേ. നമ്മൾ ഔട്ട് ഞാൻ ഓഫ് കണ്ടക്സ്റ്റ് റെഫറൻസ് സംസാരിക്കുക. ചോദിച്ചതേ നമ്മൾ ഉള്ളൂ. കം റെഫറൻസ് ടു ദ ചോദിച്ചപ്പോ പോയിന്റ്. ബ്രദറെ, നിങ്ങൾ താങ്കളാണ് കേൾക്ക്, ഞാൻ ബേജാറാവുന്നത്. പറഞ്ഞുതരാം. കം ടു ദ പോയിന്റ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അങ്ങനത്തെ അതിൽ സമയം കളയണ്ട. ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, ഈ അടിമകളെ കൊണ്ടുവന്നതോ, ഈ അടിമ സമ്പ്രദായം കൊണ്ടുവന്നതോ, അടിമകളെ ആക്കുന്നതും അടിമകളെ ഒഴിവാക്കുന്നതും ഇതൊന്നും ഇസ്ലാം കൊണ്ടുവന്നൊരു സംഭവമല്ല. അന്നേ നിലവിലുള്ള അടിമത്ത സമ്പ്രദായം നിലവിലുള്ള ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ വരുന്നതും പ്രവാചകൻ ഇസ്ലാം ജനങ്ങളുടെ മുന്നിൽ പ്രബോധനം ചെയ്യുന്നതും. അപ്പോൾ അന്നേ അടിമകളുണ്ട്. അടിമകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവരെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. അടിമകളുടെ അവസ്ഥ അന്ന് ചോദിക്കാനും പറയാനും ആളില്ലാത്ത, അവരെന്ത് ചെയ്താലും എന്ത് ചെയ്യാനും അധികാരമുള്ള, അല്ലെങ്കിൽ ചെയ്താൽ ആരും ഒന്നും പറയാത്തൊരവസ്ഥ. അടിമകൾ, സ്ലേവറി എന്ന് നമ്മൾ ഗൂഗിളിൽ ചെയ്താൽ തന്നെ പണ്ടത്തെ അമേരിക്കൻ അടിമത്തങ്ങളൊക്കെയാണ് ചിത്രങ്ങൾ നമുക്ക് കിട്ടുക, കാലിലും കയ്യിലും ചങ്ങലകൾ വെച്ചിട്ട്. അപ്പോൾ ആ ഇസ്ലാം കൊണ്ടുവന്നൊരു സിസ്റ്റം അല്ല അടിമ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടിമകൾ ഒരാളുടെ കീഴിൽ വരുന്നത് പല രീതിയിലും വരും. അത് ഇസ്ലാമിക ഹദീസിന്റെ റെഫറൻസിന് അതിന് ആവശ്യമില്ല. അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അതെങ്ങനെയൊക്കെ വരും? മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വരും, അല്ലെങ്കിൽ ഒരാൾ ചിലപ്പം ഇതേപോലെ സമ്മാനം കൊടുത്തിട്ട് വരും. അതുപോലെ തന്നെ പരമ്പരാഗത സ്വത്തുകളുടെ ഭാഗമായിട്ട് അടിമകൾ വരുന്നുണ്ട്. യുദ്ധങ്ങളിൽ ഇവിടെ പിടിക്കപ്പെടുന്ന അടിമയെ ആളുകൾ. കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇവിടെ ബ്രദറെ, വലത് കൈ ഉടമപ്പെടുത്തിയ അടിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ മാ മലക്കത്ത് ഐമാനുക്കും
ഇതിനെക്കുറിച്ച് ഇതാണ് ചർച്ചാ വിഷയം. താങ്കൾ അതാ പറഞ്ഞു അത് അതാണ് ഞാൻ അലന് ഗിഫ്റ്റായിട്ട് പറയാൻ കൊടുക്കാം. പോകുന്നത്. ഇത് അതാ ഗിഫ്റ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അടിമ ചന്തയിൽ മേടിക്കാം, അല്ലെങ്കിൽ കൊള്ളയടിക്കാൻ പോകുന്ന സമയത്ത് വലത് കൈ ഉടമപ്പെടുത്താം, അങ്ങനെയൊക്കെ പറഞ്ഞു. അലനെ ഞാൻ പറഞ്ഞു തരുന്നത് കേൾക്കൂ. ഞാനൊരു ഇസ്ലാമിക ഹിസ്റ്ററി കിതാബിലൊന്നും ഞാൻ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ഞാൻ കണ്ടിട്ടില്ല. എന്റെ അറിവില് വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ, അല്ലെങ്കിൽ മാമലക്ക തൈമാനുക്കും എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കാൻ പോകുമ്പോൾ അവിടെ ആണുങ്ങളെ എല്ലാം വെട്ടിക്കൊന്നിട്ട് അവിടുത്തെ സ്ത്രീകളെ പിടിച്ചോണ്ട് വരുന്ന ആ സ്ത്രീകളെയാണ് വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ എന്ന് പറയുന്നത്. ഇനി അതെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും കിതാബ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് താങ്കളുടെ അടുത്ത് ചോദിച്ചത് ആ ഹിസ്റ്ററി ബുക്ക് ഒന്ന് താങ്കൾ ഇതൊക്കെ പഠിച്ച ആ ഹിസ്റ്ററി ബുക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി, അങ്ങനെ അതുകൊണ്ടാണ് ചോദിച്ചത്. ആ അതുകൊണ്ടല്ലേ പിന്നെ അലൻ വേറൊരു പറയുന്നത്. കാര്യം ഈ നിങ്ങൾക്ക് അറിയാത്ത കുറെ മാരിത്തുൽ കാര്യങ്ങളുണ്ട് കിഫ്തി അലൻ. എന്റെ അറിവില് ഈ വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീ അല്ല. അതന്നെ, നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് അലൻ. അതുകൊണ്ടാണ് അതാണ് നിങ്ങൾക്ക് ഞാൻ ഈ താങ്കളുടെ അടുത്ത് തെറ്റിദ്ധാരണകളൊക്കെ. ചോദിച്ചത്. അതുകൊണ്ട് അത് ക്ഷമ വേണം. എനിക്കറിയത്തില്ല. അത് എനിക്ക് പഠിക്കാൻ വേണ്ടി താങ്കൾ പഠിച്ച ഇതിങ്ങനെ ഉണ്ട് എന്നുള്ള ആ ഹിസ്റ്ററി ബുക്കിന്റെ പേര് അതുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ വേണ്ടി ചോദിച്ചത്, അല്ലാതെ വേറൊന്നിനും വേണ്ടിയല്ല. ആ ഹിസ്റ്ററി ആ, ബുക്കിന്റെ പേരൊന്ന് പറഞ്ഞു തന്നാ കൊള്ളായിരുന്നു. ഈ നിങ്ങള് ഈ മാരിയത്തിൽ കിപ്തിയെ പുള്ളി പ്രാപിച്ചെങ്കിൽ അത് തെറ്റല്ല, അത് ശരിയായ ഒരു സംഭവമായിരുന്നു. അത് അംഗീകരിക്കപ്പെട്ടൊരു സംഭവമാണെങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു തെറ്റും കാണുന്നില്ലെങ്കിൽ, പിന്നെ മുഹമ്മദ് എന്തിനാണ് ഐഷോട് ഇത് പറയരുത്, ഞാൻ ഇനി മേലാച്ചയത്തില്ലെന്ന് കരഞ്ഞു പറയേണ്ട കാര്യം എന്തായിരുന്നു? അതിപ്പോ അത് തെറ്റാണെന്ന് അയാൾക്ക് മനസ്സിലായത് കൊണ്ടല്ലേ. ഹഫ്സയുടെ അടുത്താണ്. നോട്ട് ദ പോയിന്റ്, നോട്ട് ആ ദ അതെ, പോയിന്റ്. ഹഫ്സ എടുത്ത്. ഇനി അല്ല, ഐഷയെ ഇത് അറിയരുതെന്ന് ഹഫ്സയോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇയാൾ അറിയരുതെന്ന് ഹഫ്സയോട് പറയണമെങ്കിൽ അത് തെറ്റാണെന്ന് മുഹമ്മദിന് ബോധ്യമുള്ളത് കൊണ്ടല്ലേ അയാൾ ഇങ്ങനെ അതെ, ആ സംസാരിച്ചത്. ചാപ്റ്ററിന്റെ പേര് ഓക്കെ, തന്നെ തഹറീം, നിഷിദ്ധമാക്കൽ. എനിക്കിനി മാരിത്തുൽ കിബ്ത് നിഷിദ്ധമായിരിക്കുന്നു. ആ ചാപ്റ്ററിന്റെ സൂറയുടെ പേര് തന്നെ അതാണ്, തഹ്റീം, നിഷിദ്ധമാക്കൽ. പറഞ്ഞു നജീബെ. ഓക്കെ, ഓക്കെ. അത് നമുക്ക് പറഞ്ഞുതരാം. തെഹരീം എന്താണ്, അതിന്റെ കാര്യം എന്നുള്ളത് നമ്മൾ തന്നെ പറഞ്ഞതാണ്. നമുക്ക് ആവർത്തിക്കാം, നോ പ്രോബ്ലം. പക്ഷെ അതിന്റെ മുന്നേ അലനോട് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താ വെച്ചാൽ, നിങ്ങൾ എന്റെ അറിയാത്ത കുറെ അടുത്തൊന്നും കാര്യങ്ങളുണ്ട്. പറയണ്ട, നിങ്ങളുടെ എനിക്ക് വിചാരം ഹിസ്റ്ററി ബുക്ക് ഡിങ്കോൾഫിയോ അത് വ്യഭിചാരത്തിൽ പെടുത്തില്ലേ? അത് പുള്ളി വലങ്കൈ ഉടമപ്പെടുത്തിയല്ലോ മര്യാദയ്ക്ക് ഒപ്റ്റിക്കിനെ സമ്മാനമായിട്ട് കിട്ടിയതല്ലേ. മാരിയത്തുൽ കിബ്തിയുടെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത്. മാരിയത്തുൽ കിബ്തി എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീയാണ്. അല്ല അവര് അല്ല അല്ല പ്രവാചകനാൽ അല്ല 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 വധിക്കപ്പെട്ടതാണ്. പുള്ളിക്ക് സമ്മാനമായിട്ട് കിട്ടിയതാണ്, ഒരു രാജാവ് കൊടുത്തതെന്നാണ് ഞങ്ങളുടെ അറിവ്. ഓക്കെ, ഒരു അടിമ സ്ത്രീ ഒരാളുടെ കീഴിൽ വരുന്ന പല രീതിയിലും വരും. പ്രവാചകന് വലങ്കൈ സമ്മാനമായിട്ട് കൊടുത്തു ഉടമപ്പെടുത്തിയവരും തന്നെയാണ്. കല്യാണം കഴിച്ചവരുമാണ് ഇവരുടെ കണക്കിന് മുഹമ്മദിന് ഇത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അല്ലാതെ സമ്മാനമായിട്ട് കിട്ടിയത് ഒരിക്കലും വലത് കൈ ഉടമപ്പെടുത്തിയ കാറ്റഗറിയിൽ വരുത്തതല്ല. ബ്രദറെ, ഒരു വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീ ഒരാളുടെ കീഴിൽ വരുന്നത് പല രീതിയിലായിരിക്കാം. പ്രവാചകൻ അത് വന്നിട്ടുള്ളത് സമ്മാനമായിട്ട് അത് തന്നെയാണ് ഏതൊക്കെ വന്നിട്ടുള്ളത്. രീതിയിലാണെന്ന് പറയാമോ? സമ്മാനം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ മാരിയത്തുൽ കിബിത്തി വന്നതുപോലെ വരാം. അല്ലെങ്കിൽ ഒരു യുദ്ധ സാഹചര്യത്തിൽ പിടിക്കപ്പെടുന്ന ആളുകൾ അവരുടെ സംരക്ഷണം അവിടെയുള്ള വിശ്വാസികളെ ഏൽപ്പിക്കും. ആ രീതിയിൽ വരുന്നതാവാം. ഇനി അതല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ അടിമകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സംവിധാനം വരെ ഉണ്ടായിരുന്നു. ഒരാൾ വില കൊടുത്ത് വാങ്ങിയതാവാം. അങ്ങനെയൊക്കെ ഉണ്ടാവാം. പല രീതിയിലും അന്ന് ഓക്കെ, ഒരാളുടെ ഇങ്ങനെ കീഴിൽ അടിമകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതിയ ഒരു റെഫറൻസ് കാണിച്ചു തരാമോ? വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ ഇങ്ങനെ 3 തരത്തിൽ വരാം എന്ന് എഴുതിയേക്കുന്ന എവിടെയെങ്കിലും ഇസ്ലാമിക ഒരു കിതാബ്, ഏതെങ്കിലും ഒരു കിതാബ് കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരെണ്ണം. അല്ല അത് അല്ല അത് ഈ നിങ്ങൾ ഈ സമയത്തും അടിമപ്പെടുത്തുന്ന, അല്ല വലത് കൈ അടിമപ്പെടുത്തുന്ന ഈ സമയത്തും ഉണ്ടോ? നമ്മുടെ കേരളത്തില് ആ, അന്ന് അത് ആ, ആലപ്പുഴ ആലപ്പുഴയും അത് നമുക്ക് പിന്നീട് കോഴിക്കോടും. ചർച്ച ചെയ്യാം ചം ബ്രദറെ. ഇദ്ദേഹം ഇപ്പം ഓക്കെ. ഇങ്ങനെ വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ മാരിത്തുൽ കിപ്തിയെ കിട്ടിയ പോലെ അങ്ങനെ ഉണ്ട് എന്നുള്ള ഏതെങ്കിലും ഒരു കിതാബിൽ ഉള്ള റെഫറൻസ് ഒന്ന് കാണിച്ചു. അതോ നജീബിന്റെ തന്നെ ആ, എന്താ പറയുന്നത്, നറേഷൻ ആണോ എന്ന് അറിയണമല്ലോ. അന്നേരം അങ്ങനെ ഒരു കിതാബ് അല്ലല്ല, കാണിച്ചു. നജീബിന്റെ ഹദീസ്, നജീബിന്റെ ഹദീസ്. അതിന് നിങ്ങൾ ഹദീസും ഖുറാനും നോക്കേണ്ട ആവശ്യമില്ല. ചരിത്രം പഠിച്ചാൽ ആ, തന്നെ എങ്ങനെയൊക്കെയാണ് ഏത് ചരിത്ര കിതാബിലാ ഒന്ന് പറഞ്ഞതാ? നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കിയാൽ തന്നെ മതിയാവും ചിലപ്പോൾ. ആ, ആ, ഒന്ന് പൂർവ്വകാലങ്ങളിൽ ബൈബിൾ യജന പുസ്തകമാണോ? അടിമ സമ്പ്രദായം. ബൈബിളിലാണോ മാരിയത്തുൽ കിപ്തിയെ പറ്റി എഴുതിയിരിക്കുന്നത്? ബ്രദറെ, ഒന്ന് ക്ഷമിക്ക്. ക്ഷമിക്കാൻ പറ്റത്തില്ല. പൂർവ്വകാലങ്ങളിൽ താങ്കളുടെ അടുത്ത് ആദ്യം ചോദിച്ച ഇവിടെ പ്രിൻസ് ബ്രദർ പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു അത് മാരിയത്തുൽ കിപ്തി വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീ ആണെന്ന്. പക്ഷേ
അതിന്റെ ഡെഫിനേഷൻ ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു 3 രീതിയിൽ അടിമപ്പെടുത്താം. വലങ്കൈ ഉടമപ്പെടുത്തി ഗിഫ്റ്റായിട്ട് കിട്ടാം, പിന്നെ അല്ലെങ്കിൽ കൊള്ളയടിക്കുന്ന സമയത്ത് കിട്ടാം, പിന്നെ അല്ലെങ്കിൽ അടിമക്കച്ചവടത്തിന്റെ ആ സമയത്ത് ഇങ്ങനെ അടിമയുടെ കച്ചവടം നടക്കുകയും മേടിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ആ സമയത്തിലാക്കാം. ഇങ്ങനെ ഈ ഈ ഒരു 3 തരത്തിലുള്ള എക്സ്പ്ലനേഷൻ എഴുതിയേക്കുന്ന ഒരു ഹദീസ് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു ഹദീസ് അല്ല, അത് ഒരു എന്താ ഹിസ്റ്ററി പഠിച്ചാൽ. അങ്ങനെ ഒരു ഹിസ്റ്ററി എഴുതിയേക്കുന്ന ഇങ്ങനെ 3 തരത്തിൽ അല്ലെങ്കിൽ 3 കൂടുതൽ തരത്തിൽ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെ ഇങ്ങനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക. ഇതാണ് വലതുകൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ എന്ന് എഴുതിയേക്കുന്നത് ഏതെങ്കിലും ഒരു ഹിസ്റ്ററി ബുക്ക് ഒന്ന് കാണിച്ചു. താങ്കൾ ഏത് അത് ബുക്കിൽ നിന്നാണ് ഈ 3 ഡെഫിനേഷൻ ഇങ്ങനെ 3 തരത്തില് വലതുകൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെ ഉണ്ടാക്കാമെന്നുള്ള കാര്യം പഠിച്ചത്? താങ്കൾ പഠിച്ച എവിടുന്നാ? ആ പുസ്തകം ഒന്ന് പറഞ്ഞു. ഓക്കെ, ആലം ബ്രദറെ, ആദ്യം ക്ഷമിക്കാനൊന്നും പറ്റില്ല, അങ്ങനെയൊന്നും പറയല്ലേ. നല്ലോണം ക്ഷമ വേണം. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ മതപരമായിട്ടുള്ള ക്ഷമയുടെ കാര്യങ്ങൾ, കാര്യമല്ലല്ലോ വിശ്വാസപരമായിട്ടുള്ള സംസാരിക്കുന്നത്. കാര്യങ്ങൾ. ഞാൻ കിതാബിന്റെ ബ്രദറെ, താങ്കൾ പഠിച്ച ഏത് കിതാബിൽ നിന്ന് ആ കിതാബിന്റെ കാര്യം ചോദിച്ചതേ ഉള്ളൂ. കിതാബിന്റെ പേര് മാത്രം ചോദിച്ചതേ ഉള്ളൂ. ആ പേരും പേജ് നമ്പരും എത്രാന്നും മാത്രമേ ചോദിച്ചുള്ളൂ. എനിക്ക് ക്ഷമക്കുറവിനോ ഒന്നും അങ്ങ് ക്ഷമയുടെ കാര്യമേ അല്ല നമ്മൾ സംസാരിക്കുന്നത്. ക്ഷമയുടെ കാര്യമല്ല സംസാരിക്കുന്നത്, പക്ഷെ നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിന് നല്ല ക്ഷമ വേണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തിനാ നിങ്ങൾ ഇത്ര ബേജാറാവണ്ടല്ലോ, ബേജാറ് നമുക്ക് സംസാരിക്കാമല്ലോ, ഞാനല്ലല്ലോ, നമ്മൾ പഠിക്കല്ലേ. താങ്കളല്ലേ ബേജാറാവുന്നേ. നമ്മൾ ഔട്ട് ഞാൻ ഓഫ് കണ്ടക്സ്റ്റ് റെഫറൻസ് സംസാരിക്കുക. ചോദിച്ചതേ നമ്മൾ ഉള്ളൂ. കം റെഫറൻസ് ടു ദ ചോദിച്ചപ്പോ പോയിന്റ്. ബ്രദറെ, കം ടു നിങ്ങൾ ദ താങ്കളാണ് ഒന്ന് പോയിന്റ്. കേൾക്ക്, ഞാൻ ബേജാറാവുന്നത്. പറഞ്ഞുതരാം. കം ടു ദ പോയിന്റ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അങ്ങനത്തെ അതിൽ സമയം കളയണ്ട. ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, ഈ അടിമകളെ കൊണ്ടുവന്നതോ, ഈ അടിമ സമ്പ്രദായം കൊണ്ടുവന്നതോ, അടിമകളെ ആക്കുന്നതും അടിമകളെ ഒഴിവാക്കുന്നതും, ഇതൊന്നും ഇസ്ലാം കൊണ്ടുവന്നൊരു സംഭവമല്ല. അന്നേ നിലവിലുള്ള അടിമത്ത സമ്പ്രദായം നിലവിലുള്ള ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ വരുന്നതും പ്രവാചകൻ ഇസ്ലാം ജനങ്ങളുടെ മുന്നിൽ പ്രബോധനം ചെയ്യുന്നതും. അപ്പോൾ അന്നേ അടിമകളുണ്ട്. അടിമകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവരെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. അടിമകളുടെ അവസ്ഥ അന്ന് ചോദിക്കാനും പറയാനും ആളില്ലാത്ത, അവരെന്ത് ചെയ്താലും എന്ത് ചെയ്യാനും അധികാരമുള്ള, അല്ലെങ്കിൽ ചെയ്താൽ ആരും ഒന്നും പറയാത്തൊരവസ്ഥ. അടിമകൾ, സ്ലേവറി എന്ന് നമ്മൾ ഗൂഗിളിൽ ചെയ്താൽ തന്നെ പണ്ടത്തെ അമേരിക്കൻ അടിമത്തങ്ങളൊക്കെയാണ് ചിത്രങ്ങൾ നമുക്ക് കിട്ടുക, കാലിലും കയ്യിലും ചങ്ങലകൾ വെച്ചിട്ട്. അപ്പോൾ ആ ഇസ്ലാം കൊണ്ടുവന്നൊരു സിസ്റ്റം അല്ല അടിമ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അടിമകൾ ഒരാളുടെ കീഴിൽ വരുന്നത് പല രീതിയിലും വരും. അത് ഇസ്ലാമിക ഹദീസിന്റെ റെഫറൻസിന് അതിന് ആവശ്യമില്ല. അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അതെങ്ങനെയൊക്കെ വരും? മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വരും, അല്ലെങ്കിൽ ഒരാൾ ചിലപ്പം ഇതേപോലെ സമ്മാനം കൊടുത്തിട്ട് വരും. അതുപോലെ തന്നെ പരമ്പരാഗത സ്വത്തുകളുടെ ഭാഗമായിട്ട് അടിമകൾ വരുന്നുണ്ട്. യുദ്ധങ്ങളിൽ ഇവിടെ പിടിക്കപ്പെടുന്ന അടിമയെ ആളുകൾ. കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇവിടെ ബ്രദറെ, വലത് കൈ ഉടമപ്പെടുത്തിയ അടിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ അതെ, മാ മലക്കത്ത് അയ്മാനുക്കും ഇതിനെക്കുറിച്ച്, ഇതാണ് ചർച്ചാ വിഷയം. താങ്കൾ അതാ പറഞ്ഞു അത് അതാണ് ഞാൻ അലനെ ഗിഫ്റ്റായിട്ട് പറയാൻ കൊടുക്കാം. പോകുന്നത്. ഇത് അതാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അടിമ ചന്തയിൽ മേടിക്കാം, അല്ലെങ്കിൽ കൊള്ളയടിക്കാൻ പോകുന്ന സമയത്ത് വലത് കൈ ഉടമപ്പെടുത്താം, അങ്ങനെയൊക്കെ പറഞ്ഞു. അലനെ, ഞാൻ ഞാൻ പറഞ്ഞു തരുന്നത് കേൾക്കൂ. ഞാനൊരു ഇസ്ലാമിക ഹിസ്റ്ററി കിതാബിലൊന്നും ഞാൻ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ഞാൻ കണ്ടിട്ടില്ല. എന്റെ അറിവില് വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ അല്ലെങ്കിൽ മാമലക്ക തൈമാനുക്കും എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കാൻ പോകുമ്പോൾ അവിടെ ആണുങ്ങളെ എല്ലാം വെട്ടിക്കൊന്നിട്ട് അവിടുത്തെ സ്ത്രീകളെ പിടിച്ചോണ്ട് വരുന്ന ആ സ്ത്രീകളെയാണ് വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ എന്ന് പറയുന്നത്. ഇനി അതെ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും കിതാബ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് താങ്കളുടെ അടുത്ത് ചോദിച്ചത് ആ ഹിസ്റ്ററി ബുക്ക് ഒന്ന് താങ്കൾ ഇതൊക്കെ പഠിച്ച ആ ഹിസ്റ്ററി ബുക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി. അങ്ങനെ അതുകൊണ്ടാണ് ചോദിച്ചത്. ആ അതുകൊണ്ടല്ലേ പിന്നെ അലൻ വേറൊരു പറയുന്നത്. കാര്യം പിന്നെ വേറൊരു നിങ്ങൾക്ക് കാര്യം അറിയാത്ത ഈ കുറെ മാരിത്തുൽ കാര്യങ്ങളുണ്ട് അലൻ. കിപ്തി എന്റെ അറിവില് ഈ വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീ അല്ല. അതന്നെ, നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് അലൻ. അതുകൊണ്ടാണ് അതാണ് നിങ്ങൾക്ക് ഞാൻ ഈ താങ്കളുടെ അടുത്ത് തെറ്റിദ്ധാരണകളൊക്കെ. ചോദിച്ചത്. അതുകൊണ്ട് ക്ഷമ അതെനിക്ക് വേണം. എനിക്കറിയത്തില്ല. അത് എനിക്ക് പഠിക്കാൻ വേണ്ടി താങ്കൾ പഠിച്ച ഇതിങ്ങനെ ഉണ്ട് എന്നുള്ള ആ ഹിസ്റ്ററി ബുക്കിന്റെ പേര് അതുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ വേണ്ടി ചോദിച്ചത്, അല്ലാതെ വേറൊന്നിനും വേണ്ടിയല്ല. ആ ഹിസ്റ്ററി ആ, ബുക്കിന്റെ പേരൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. ഈ നിങ്ങൾ ഈ മാരിയത്തിൽ കിപ്തിയെ പുള്ളി പ്രാപിച്ചെങ്കിൽ അത് തെറ്റല്ല, അത് ശരിയായ ഒരു സംഭവമായിരുന്നു. അത് അംഗീകരിക്കപ്പെട്ടൊരു സംഭവമാണെങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു തെറ്റും കാണുന്നില്ലെങ്കിൽ പിന്നെ മുഹമ്മദ് എന്തിനാണ് ഐഷോട് ഇത് പറയരുത്, ഞാൻ ഇനി മേലാച്ചയത്തില്ലെന്ന് കരഞ്ഞു പറയേണ്ട കാര്യം എന്തായിരുന്നു? അതിപ്പോ അത് തെറ്റാണെന്ന് അയാൾക്ക് മനസ്സിലായത് കൊണ്ടല്ലേ. ഹാഫ് സൈഡ് എടുത്താളാണ്. നോട്ട് ദ പോയിന്റ്, നോട്ട് ആ ദ അതെ, പോയിന്റ്. ഹഫ്സ എടുത്ത്. ഇനി അല്ല, ഐഷയെ ഇത് അറിയരുതെന്ന് ഹഫ്സയോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇയാൾ അറിയരുതെന്ന് ഹഫ്സയോട് പറയണമെങ്കിൽ അത് തെറ്റാണെന്ന് മുഹമ്മദിന് ബോധ്യമുള്ളത് കൊണ്ടല്ലേ അയാൾ ഇങ്ങനെ അതെ, ആ സംസാരിച്ചത്. ചാപ്റ്ററിന്റെ പേര് ഓക്കെ, തന്നെ തഹറീം, നിഷിദ്ധമാക്കൽ. എനിക്ക് നീ മാരിത്തുൽ കിബ്ത് നിഷിദ്ധമായിരിക്കുന്നു. ആ ചാപ്റ്ററിന്റെ സൂറയുടെ പേര് തന്നെ അതാണ്, തഹ്റീം, നിഷിദ്ധമാക്കൽ. പറഞ്ഞു നജീബെ.
ഓക്കെ ഓക്കെ അത് നമുക്ക് പറഞ്ഞുതരാം. തെഹരീം എന്താണ് അതിന്റെ കാര്യം എന്നുള്ളത് നമ്മൾ തന്നെ പറഞ്ഞതാണ്, നമുക്ക് ആവർത്തിക്കാം, നോ പ്രോബ്ലം. പക്ഷെ അതിന്റെ മുന്നേ അലനോട് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താ വെച്ചാൽ നിങ്ങൾ എന്റെ അറിയാത്ത അടുത്ത് കുറെ ഒന്നും കാര്യങ്ങളുണ്ട്. പറയണ്ട. നിങ്ങളുടെ എനിക്ക് വിചാരം ഹിസ്റ്ററി ബുക്കിന്റെ പേര് പറഞ്ഞു തന്നാൽ മതി. എന്റെ അടുത്ത് ഒന്നും പറയണ്ട. നിങ്ങൾ എന്താണ് ഇത്രയും കാലം അച്ഛൻ ബ്രദറിന്റെ ഈ റൂമിൽ ഇരുന്നിട്ടും ക്ഷമ കുഴപ്പമില്ല. നിങ്ങൾ താങ്കള് പഠിച്ചിട്ടില്ല. പ്രിൻസ് ബ്രദർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പ്രത്യേകിച്ച് തന്നു. അച്ഛൻ ബ്രദർ ഇതൊക്കെ ഞാൻ സംഘടിപ്പിക്കുന്നത് ഇതൊക്കെ പറഞ്ഞതിനൊന്നും ഉത്തരം പഠിക്കാനും തരേണ്ട വേണ്ടിയിട്ടാണ്. ആവശ്യമില്ല. എനിക്ക് വേണ്ടുന്നത് എന്താന്ന് വെച്ചാൽ താങ്കൾ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഇവിടെ ഈ ചരിത്രങ്ങൾ അലനോട് പഠിച്ച ആ സംസാരിക്കാൻ ബുക്കിന്റെ ഞാനില്ല. പേരൊന്ന് പറഞ്ഞു തന്നാൽ മതി. എനിക്ക് അത്ര മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ബാക്കി താങ്കൾ പ്രിൻസ് ചോദിച്ചതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞോളൂ. അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു കാര്യം അത്രമാത്രം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സംഭവം മാത്രം എടുത്തു പോകല്ലേ. നമ്മളൊരു കാര്യം പഠിക്കാനാണ്. അപ്പൊ അതിന്റെ എല്ലാ വശങ്ങളും കേൾക്കണം. നജീബ് അത് ഉണ്ട്. അല്ല, കേൾക്കുമ്പോഴാണ് നമുക്ക് നജീബ് നജീബ് ഉണ്ട്. പൂർണ്ണമായി പഠിച്ചത് മനസ്സിലായത്. നജീബ് പ്രത്യേകിച്ച് നിങ്ങൾ പഠിച്ചത് നജീബ് എന്താ? ഉണ്ട്. ചരിത്ര പ്രത്യേകിച്ച് പുസ്തകത്തിൽ അലന് നിന്നാണല്ലേ നജീബ് പറഞ്ഞത്? ചരിത്ര പുസ്തകത്തിൽ ഇത് അച്ഛൻ ബ്രദർ പറഞ്ഞു ഹദീസിലുണ്ട്. അന്നേരം നജീബ് പറഞ്ഞു ഹദീസിലല്ല, ഇതൊക്കെ ഇസ്ലാമിക ചരിത്ര പുസ്തകങ്ങളിൽ കിടപ്പുണ്ടെന്നാണ് നജീബ് അത് പറഞ്ഞത്. അന്നേരം നിനക്ക് ബൈബിൾ ആ വായിച്ചാൽ നജീബ് മതിയെങ്കിൽ പഠിച്ച മതി. ഇസ്ലാമിക ചരിത്ര പുസ്തകം ഏതാണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. കാരണം എനിക്കും പഠിക്കണം. നജീബ് പഠിച്ച പോലെ എനിക്കും പഠിക്കണ്ടായോ? ആ പുസ്തകത്തിന്റെ പേര് മാത്രം പറയും. ഞാനിപ്പോ പഠിച്ചത് തെറ്റാണെങ്കിൽ ആ തെറ്റ് തിരുത്തി ശരിയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണ്ടായോ? അതിനുവേണ്ടി ഞാൻ ചോദിച്ചത്, അല്ലാതെ വേറെ ഒന്നിനും അല്ല. അലൻ ബ്രദറെ, രാവിലെ തന്നെ ഒരു ഒരു കട്ടൻ ചായക്ക് മുന്നിൽ വെച്ചിട്ട് ഒന്ന് ക്ഷമയോട് കൂടി ഇരിക്കൂ. നമ്മൾ എന്തിനാണ് ഇത്ര അക്ഷമരാകുന്നത്? നജീബ്, യു ആർ പ്രത്യേകിച്ച് ബീറ്റിംഗ് അറൌണ്ട് അലന് ദ ബുഷ്. അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. നജീബ്, യു ആർ അലന്റെ ബീറ്റിംഗ് വിചാരം അറൌണ്ട് ദ യുദ്ധത്തിൽ ബുഷ്. പോയി അല്ല ഇവിടുത്തെ പ്ലീസ് പീഡിപ്പിക്കുന്നവർ വിഷയം. ഇവിടെ കം മാത്രമാണ്. ടു ദ പ്രിൻസ് പോയിന്റ്. ചോദിച്ച അത് നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറ. ഉപയോഗിച്ച വേർഡ് കൊള്ളാന്നൊക്കെയാണ്. പ്രിൻസ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. പ്രിൻസിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. എന്നാലും നിങ്ങളോട് ഇനി പ്രിൻസ് സംസാരിക്കട്ടെ. എന്നാലും ഇനി അലൻ തൽക്കാലം ഒന്ന് ഞാൻ പ്രിൻസായിട്ട് സംസാരിക്കട്ടെ. പ്രിൻസ്, ഇവിടെ നിങ്ങൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഞാൻ ഇനി അവരെ സമീപിക്കുകയില്ല എന്ന് ഹഫ്സയോട് പറഞ്ഞത്, അല്ലെങ്കിൽ ആയിഷയോട് പറഞ്ഞത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഹഫ്സയോടാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്താണെന്ന് അതുകൊണ്ടാണ് തഹരീം എന്ന് പറഞ്ഞിട്ടുള്ള വചനത്തിന്റെ ഒരു സന്ദർഭം തന്നെ. കാരണം പ്രവാചകന് അനുവദിക്കപ്പെട്ട, അതായത് മാരിയത്തിൽ കിബിത്തി എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീയാണ്. അവർ അല്ല, പ്രവാചകന് അത് പിന്നെയും അനുവദിക്കപ്പെട്ടവരാണ്. പിന്നെയും നിങ്ങൾ ഉടായ്പ ഇറക്കുവാണ് അതിനകത്ത്. അത് വലത് കൈ ഉടമപ്പെടുത്തിയതല്ല മാസ്റ്റർ. അവരെ അല്ല നിങ്ങൾ സമ്മാനമായിട്ട് രാജാവ് കൊടുത്തതാണ്. അവര് ഒരിക്കലും വലത് കൈ ഉടമപ്പെടുത്തിയാതെ. വലത് കൈ ഉടമപ്പെടുത്തി കഴിഞ്ഞാൽ വാള് കൊണ്ട് വെട്ടിപ്പിടിച്ച എന്നാണ് ഉദ്ദേശിക്കുന്നത്. വലത് കൈയിൽ വാള് കൊണ്ട് വെട്ടിപ്പിടിച്ചതെന്ന്. ഇയാളെ അവര് വെട്ടിപ്പിടിച്ചതല്ല. അപ്പൊ അപ്പൊ വാൾ ഇടത് കൈയിലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് പറ്റില്ല, അങ്ങനെയാണോ? അല്ല, നിങ്ങളെയും ചുമ്മാ ഇങ്ങനെ ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് നടത്തുക. കം ടു ദ പോയിന്റ്. അപ്പൊ അതാണ് നമ്മൾ ഒരു വിഷയം കംപ്ലീറ്റ് ആക്കാതെ അടുത്ത വിഷയത്തിലേക്ക് നിങ്ങൾ അപ്പോഴേക്ക് ഹഫ്സയുടെ വിഷയത്തിലേക്ക് പോയുള്ള പ്രശ്നം അതാണ്. അപ്പൊ നിങ്ങൾക്ക് വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം ക്ലിയർ ആവാതെ പോവരുത്. നിങ്ങൾ വിചാരിക്കുന്നത് അപ്പൊ മാരിയത്ത് എന്തല്ല വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീ അല്ല എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. യുദ്ധത്തിൽ വലത് ഞാൻ കൈ കൊണ്ട് വാള് ഉദ്ദേശിക്കുന്നതല്ല, നിങ്ങളുടെ പിടിച്ച് ബുക്കുകളിൽ എഴുതിയിരിക്കുന്നത് വെട്ടിപ്പിടിക്കുമ്പോൾ അങ്ങനെയാണ്. മാത്രമാണ് അങ്ങനെ ആവുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക. അത് ക്ലിയർ ആവാതെ പിന്നെ അടുത്തതിലേക്ക് പോയ പിന്നെ എങ്ങനെയാ ഞാനത് റെഡി മനസ്സിലാകും. ആവുക? നിങ്ങളുടെ ബുക്കുകളിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. പ്രിൻസ്, വലങ്കൈ ഉടമപ്പെടുത്തിയ ഒരു അടിമ സ്ത്രീ ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ കീഴിലുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ബാധ്യതകളും അവകാശങ്ങളും ഉണ്ട്. അതിൽപ്പെട്ട ചുരുക്കം ചില അവകാശങ്ങൾ പറയാം. അവരാണ് വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ. അതെന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് അവരുടെ സമ്പൂർണ്ണ ഉത്തരവാദിത്തം ആ ഉടമക്കാണ്, ആ വിശ്വാസിക്കാണ്. എത്രത്തോളം അവരെ വിവാഹം ചെയ്തു കൊടുക്കുകയാണെങ്കിലും അവരുടെ സംരക്ഷണവും അവരുടെ വസ്ത്രവും പാർപ്പിടവും എല്ലാം ഈ ഉടമയുടെ സംരക്ഷണത്തിലാണ്. ഇനി അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അവരൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വ്യഭിചാരത്തിന് നിർബന്ധിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അവരെ വിവാഹം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവരുടെ രക്ഷാധികാരി ഇവരാണ്. ഇനി അവർ അവിവാഹിതരാണ് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ലൈംഗിക ബന്ധം ആ ഉടമക്ക് മാത്രം അനുവദിക്കപ്പെട്ടതാണ്. ഇനി അങ്ങനെ ഒരു ലൈംഗിക ബന്ധത്തിൽ ആ സ്ത്രീ പ്രസവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ആ ഉടമയുടെ സ്വത്തിൽ അവകാശമുണ്ടാവും. ആ മുസ്ലിമിന്റെ ആ സ്വത്തിൽ അവർക്ക് സ്വത്തവകാശമൊക്കെ അവിടെ അവകാശമുണ്ടാവും. നിൽക്കട്ടെ. അങ്ങനെ 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 ഒരു മിനിറ്റ് മുഹമ്മദിന് ഫ്രീ കേൾക്കൂ. ആയിട്ട് ഈ പുള്ളിക്കാരത്തിയെ അതേപോലെ മാരിയത്തിൽ പ്രിൻസേ ഇല്ലില്ല. വെയിറ്റ് വെയിറ്റ് കഴിഞ്ഞു. വെയിറ്റ് വെയിറ്റ് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. അങ്ങനെ ഉടമയ്ക്ക് ഫ്രീ ആയിട്ട് മര്യാദയ്ക്ക് ഒപ്റ്റിക്കിനെ പ്രാപിക്കാൻ ഉള്ള റൈറ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റേ ഹഫ്സേനെ വീട്ടിൽ പറഞ്ഞു വിട്ട് ഉടായ്പിൽ ഈ പുള്ളിക്കാരൻ ഉടായ്പ് കാണിച്ച് എന്തുകൊണ്ടാണ് മരിയയെ പ്രാപിക്കാൻ ശ്രമിച്ചത്? പുള്ളിക്ക് ഡയറക്റ്റ് ഓക്കെ ആയിട്ട് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ ഒരു ആയത്തിറക്കിയാൽ പോരെ? എന്തുകൊണ്ടാണ് ചെയ്യാഞ്ഞത്? ഓക്കെ പറഞ്ഞുതരാം. അതേപോലെ ആ കുഞ്ഞ് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ പിന്നെ ഇല്ല ഇല്ല എന്തായി? ഇല്ല ഇല്ല, അത് അവര് അവിടെ വലങ്കൈ നിൽക്കട്ടെ. ഞാൻ ഈ ഉടമപ്പെടുത്തിയ ചോദിച്ചതിന് ആൻസർ പറയൂ. കുഞ്ഞു പ്രസവിച്ച കാര്യവും പേടിപ്പിച്ച് പുള്ളിയുടെ നിർത്തണ്ട. അവകാശമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചതിന് ആൻസർ പറയൂ. പറയാം.
പറയാം പറയാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവിടെ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ പ്രതികരണം എന്തുകൊണ്ട് പിന്നെ അങ്ങനെ വന്നു എന്നുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, പ്രവാചകന് ഒരേ സമയം 9 ഭാര്യമാരുണ്ടായിരുന്നു. ഈ 9 ഭാര്യമാരുണ്ടാകുമ്പോഴും പ്രവാചകൻ അവരോട് കൃത്യമായിട്ട് നീതി പാലിക്കാറുണ്ടായിരുന്നു. ആ നീതി പാലിക്കുന്നതിൻ്റെ ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഓരോരുത്തർക്കും അവരുടെ ദിവസങ്ങൾ നിർണയിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഹഫ്സയുടെ ദിവസമാണ് ഈ പറയപ്പെട്ട ദിവസം ഹഫ്സയുടെ ദിവസമാണ്. പ്രവാചകൻ ഹഫ്സയുടെ വീട്ടിൽ വരുന്ന സമയത്ത് ഹഫ്സ അവിടെ ഇല്ലാത്ത സന്ദർഭത്തിൽ മാരിയത്തിൽ കിബിത്തിയുമായിട്ട് അവർ ബന്ധപ്പെടുമ്പോൾ അവിടെ പ്രവാചകന് അനുവദിക്കപ്പെട്ടവരാണ് മാരിയത്തിൽ കിബിത്തി. പക്ഷേ ഹഫ്സയുടെ ദിവസത്തിലാണ് എന്നുള്ളത് കൊണ്ടും ഹഫ്സ അതിന് എതിര് പ്രകടിപ്പിച്ച സമയത്ത് ഹഫ്സയോട് പ്രവാചകൻ പറഞ്ഞതാണ്, അവർക്ക് അതിൽ അനിഷ്ടമുണ്ടായിട്ടുള്ളതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടുകയില്ല എന്ന് അവരെ അല്ലല്ലല്ലല്ലല്ല സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഹഫ്സയുടെ ദിവസം കേൾക്കൂ. ഹഫ്സയുടെ ദിവസം ഒന്ന് പറയല്ലേ. ഹഫ്സയുടെ ദിവസമായിരുന്നെങ്കിൽ ഹഫ്സേനെ പറഞ്ഞ് വീട്ടിൽ വിട്ട്, നിന്റെ അപ്പം തിരക്കുന്നുണ്ട്, നീ അപ്പനെ തിരക്കുന്നുണ്ടെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് വീട്ടിൽ വിട്ടതിന്റെ കാര്യം എന്തുവാ? ഇല്ല, അങ്ങനെ കള്ളം പറഞ്ഞ് വീട്ടിൽ വിട്ടു എന്നൊന്നും അതൊക്കെ നിങ്ങൾ ആ പിന്നെ എന്താ പറയാ, ആ, അതാണ് അതാണ് ഒളിക്കോട്ടം അതാണ് അത് പാസ്സാടെ അത് ഖുറാൻ അത് ക്ലാസ് ആയിരിക്കും മാത്രം ഉരുളല്ലേ പോയിട്ടുണ്ടാവുക. ഉരുളല്ലേ അതായിരിക്കും പ്രശ്നം. അത് മാത്രമല്ല അത് മാത്രമല്ല തുല്യനീതി അങ്ങനെയൊന്നൊരു സംഭവമില്ല, അതൊക്കെ നിക്ക് നിങ്ങൾ ഒരു തെറ്റിദ്ധരിച്ചതാണ്. ഒരു സെക്കൻഡ് നജീബേ, തുല്യനീതി പാലിക്കുന്നു അല്ല, എന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു. കേൾക്കാൻ മുഴുവൻ തുൽ തയ്യാറാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല കേട്ടോ. നിങ്ങൾ അല്ല അപ്പോൾ ആത്മാർത്ഥമായിട്ടല്ല സംസാരിക്കുന്നത്. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ, ഈ തുല്യനീതി അല്ലല്ല, നിങ്ങൾ പാലിക്കുന്നു. നിങ്ങൾ പ- പ- സംസാരിക്കുമ്പോൾ ഇത് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് എന്ത് ചെയ്യണം, കേൾക്കുന്ന, കേൾക്കാൻ തയ്യാറാവണം. ഒരു ഇതൊന്ന് ലിസണർ കേൾക്കുന്ന, ആവണം ആദ്യം. ഇതൊന്ന് കേൾക്കുന്ന. എന്നാ തുല്യനീതി പറയും. പാലിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനാക്കി പിന്നെ മാര്യത്തിന് ഒരു ദിവസം കൊടുത്താൽ പോരായിരുന്നു? അതെന്താ അവിടെ ചെയ്യാഞ്ഞത്? മാര്യത്തിന് ഒരു ദിവസം കൊടുത്താൽ പോരായിരുന്നോ, അതെന്താ ചെയ്യായിരുന്നത് എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ലല്ലോ. ഇവിടെ ഹഫ്സയുടെ ദിവസത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് പ്രവാചകൻ അവരോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളതല്ലേ ഇവിടുത്തെ വിഷയം. അല്ല അതെ മാര്യത്തിന് അതെ അതെ ദിവസം കൊടുത്തോ അതെ ഇല്ല എന്നുള്ളതല്ലല്ലോ. അതെ അതെ നജീബ് പറഞ്ഞത് അത് തന്നെയാണ് പോയിന്റ്. നജീബ് പറഞ്ഞത് തന്നെയാണ് പോയിന്റ്. നമ്മൾ ആ പോയിന്റ് തന്നെ നിൽക്കണം. കാരണം നമ്മൾ കാട് അയ്യോ, കയറി എന്നെ പോകും. സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ സോൾജർ വന്നു. സോൾജർ പറയും. അതെ അതെ നമ്മൾ ഒരു മിനിറ്റ് നജീബ്, നമ്മൾ പഠിക്കാനുള്ളവരാണ്. അപ്പൊ നജീബ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിക്കുക, കേൾക്കുക, സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ നജീബ് പറഞ്ഞ പോയിന്റ്, അന്ന് മുഹമ്മദ് ആ ദിവസം ആർക്ക് കൊടുത്തായിരുന്നു എന്നാ പറഞ്ഞേ? അന്നത്തെ ദിവസം ആരെയായിരുന്നു? ഹഫ്സയുടെ ദിവസം. ഹബ്സയുടെ ദിവസമായിരുന്നു. ഉം. അപ്പൊ ഹബ്സയുടെ ദിവസത്തിൽ ഈ വേലക്കായ മാരിയത്തുമായിട്ട് മുഹമ്മദ് ലൈംഗിക ബന്ധം നടത്തിയത് അത് ശരിയാണോ തെറ്റാണോ? തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അല്ല, ഞാൻ ചോദിച്ചത് ദിവസങ്ങൾ ശരിയാണോ തെറ്റാണോ? തെറ്റെന്ന് പറയാൻ പറ്റില്ല, ശരിയാണോ തെറ്റാണോ? കാരണം താങ്കൾ പറഞ്ഞു മുഹമ്മദ് ഭാര്യമാരുമായിട്ട് എല്ലാ തുല്യ നീതി നടത്തുമായിരുന്നു, ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷെ താങ്കൾ തന്നെ പറഞ്ഞു അന്നത്തെ ദിവസം മറ്റേ ഹബ്സയുടെ ആരെയായിരുന്നു? ഹഫ്സയുടെ ഹബ്സയുടെ ദിവസമായിരുന്നു. പക്ഷെ ഹബ്സയുടെ വീട്ടിൽ വന്നപ്പോൾ ഹബ്സ വീട്ടിലില്ലാത്ത സമയമായതുകൊണ്ട്, അല്ലെങ്കിൽ ഹബ്സനെ പറഞ്ഞു വിട്ടിട്ട് മാരിയത്തുമായിട്ട് പ്രാപിക്കുന്നു. ഈ ചെയ്ത പരിപാടി ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ശരിയാണ്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? പറഞ്ഞുതരാം. ഇവിടെ ഭാര്യമാരുടെ വിഷയത്തിൽ പറയുമ്പോഴും ഇപ്പോൾ നിങ്ങളൊക്കെ പറയുന്നത് പോലെ അല്ല, മാരിയത്തിൽ ഇതിന് മാത്രം കിബിത്തി ഉത്തരം പറയണം നജീബെ, ഇതിന് ഉത്തരം പറയണം. ഈ അതിനാണ് ഉത്തരം മുഹമ്മദ് എന്ന് പറയുന്നത്. പറയുന്ന ഭർത്താവ്, കേൾക്കുക പ്ലീസ്, താങ്കൾ കടിയേറപ്പല്ല. ഉം. മുഹമ്മദ് എന്ന് പറയുന്ന ഭർത്താവ് ഹബ്സയുടെ ദിവസം ആ ദിവസം ഹബ്സയ്ക്ക് കൊടുത്തതാണെങ്കിൽ, ആ ദിവസം ഹബ്സയുടെ വീട്ടിൽ വന്നപ്പോൾ ഹബ്സ വീട്ടിലില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഭാര്യ വേറെ എവിടെയും പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ വേലക്കാരി അവിടെയുണ്ട്, മാരിയത്തുണ്ട്. അപ്പോൾ ആ ദിവസം ഹബ്സ എന്ന് പറയുന്ന ഭാര്യയ്ക്ക് കൊടുത്ത ദിവസം ഭാര്യയുടെ വേലക്കാരിയുമായിട്ട് മുഹമ്മദ് ഡിങ്കോൾഫ് നടത്തിയത് ശരിയാണോ തെറ്റാണോ? ഇത് മാത്രം പറഞ്ഞാൽ വേറെ എങ്ങോട്ടും പോകരുത്. സംസാരിക്കുമ്പോൾ മാന്യത കാണിക്കുക. ഓക്കെ, പറഞ്ഞു പറഞ്ഞു നല്ലത്. ഓക്കെ. പറഞ്ഞു. അപ്പോൾ അവിടെ സംഭവം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞു ഭാര്യമാർക്കിടയിൽ ഇങ്ങനെ അവർ ദിവസങ്ങൾ നിർണയിച്ചുകൊണ്ട് നീതി പാലിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്തും നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രയോഗത്തിൽ പോലും വരുന്നത് പോലെ മാരിയത്തിൽ കിബിത്തി എന്ന് പറയുമ്പോൾ അവരുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീ എന്നുള്ള കാറ്റഗറിയിലാണ് അവർ വരുന്നത്. അവർക്ക് പ്രത്യേകമായിട്ടൊരു ദിവസം നിശ്ചയിച്ചിരുന്നു എന്നുള്ളത് ഇവിടെ എവിടെയും പറയപ്പെടുന്നില്ല. പ്രവാചകന് അനുവദിക്കപ്പെട്ടതാണ് അവരുമായിട്ടുള്ള ബന്ധം. എന്നാൽ ഹഫ്സയുടെ ദിവസത്തിൽ അവർ ഈ പറയുന്ന രീതിയിലുള്ള സംഭവം ഉണ്ടായപ്പോൾ ഹഫ്സയുടെ പ്രതികരണമാണ്. അതിനു വേണ്ടിയിട്ട് അവരെ സമാധാനിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ എന്ത് ചെയ്യുന്നത്,
ഇനി ഞാൻ ഞാൻ അവരുമായി ഞാൻ പ്രാപിക്കുകയില്ല അതൊന്നും എന്ന് ചോദിച്ചില്ല. പറയുന്നത്. നജീബെ പ്ലീസ്, ഞാൻ അതൊന്നും ചോദിച്ചില്ല. ഹബ്സ എന്ത് പറഞ്ഞു, മാരിയത്ത് എന്ത് പറഞ്ഞു ഒന്നും ചോദിച്ചു. ഞാൻ ചോദിച്ചത് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഭർത്താവ് ഹബ്സയുടെ ദിവസമായിരുന്നു ആ ദിവസം. അന്ന് ഹബ്സയുടെ വീട്ടിൽ വന്നപ്പോൾ ഹബ്സ വീട്ടിലില്ല എന്ന് കരുതുക, വേലക്കാരി വീട്ടിലുണ്ട്. ആ സമയത്ത് ഹബ്സയുടെ ദിവസം വേലക്കാരിയുമായിട്ട് ലൈംഗിക ബന്ധം നടത്തിയത് ശരിയാണോ തെറ്റാണോ? ഒരു മാന്യനായ ഭർത്താവ്, ഒരു തുല്യനീതി പാലിക്കുന്ന ഭർത്താവ് എന്നുള്ള നിലയിൽ മുഹമ്മദ് ചെയ്തത് ശരിയാണോ തെറ്റാണോ? ഇതിന് ശരിയാണ്. മാത്രം പറഞ്ഞു. ഞാൻ അത് പറഞ്ഞല്ലോ, ശരിയാണ്. എങ്ങനെയാണ് ശരിയാവുക പറയൂ. അത് ശരിയാവുന്നത് ഞാൻ പറഞ്ഞല്ലോ. അവർക്ക് അനുവദിക്കപ്പെടാത്ത ഒരു സ്ത്രീയുമായിട്ടല്ല അവർ ബന്ധപ്പെടുന്നത്, അനുവദിക്കപ്പെട്ട മാരിയത്തുമായിട്ടാണ്. സഹോദര മാരിയത്തിന് നജീബെ പ്ലീസ്, താങ്കൾ ബ്രദർ കേൾക്കൂ. നജീബ് ഇപ്പൊ കേൾക്ക്. താങ്കൾ ചോദ്യത്തിന് നിങ്ങൾ അങ്ങ് ഉത്തരം പറയണം. മറ്റുള്ളവരോടൊക്കെ നജീബ് പറയുന്നത് കേൾക്കണം എന്ന് അല്ല പറഞ്ഞപ്പോ നജീബെ, നിങ്ങൾ പ്രശ്നം എന്താണെന്നറിയോ? കേൾക്കാതിരിക്കാണല്ലോ. നജീബെ, പ്രശ്നം എന്താണെന്നറിയോ? താങ്കൾ ചോദ്യത്തിന് അല്ല ഉത്തരം, അതാണ് പ്രശ്നം ഇവിടെ. ഇവിടെ അല്ല, നിങ്ങള് പറഞ്ഞു മുഴുവനായില്ലല്ലോ. പറഞ്ഞു മുഴുവനായിട്ടില്ലല്ലോ. ഉം, ഓക്കെ, പറയൂ. ഓക്കെ. ഞാൻ പറയുന്നത് വെച്ചാൽ മാരിയത്തിന് പ്രത്യേകമായി ദിവസം നിർണയിച്ചുകൊണ്ട് നമുക്ക് എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ അർത്ഥത്തിൽ മാരിയത്തുമായിട്ട് പ്രത്യേക ദിവസം ഇല്ല എന്നുള്ളത് കൊണ്ടും അവർക്ക് അനുവദിക്കപ്പെട്ടവരായതുകൊണ്ടും ഹഫ്സ ആ സമയത്ത് വീട്ടിലില്ലാത്തത് കൊണ്ടും പ്രവാചകൻ അത് ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? പക്ഷേ പിന്നീട് അവർ വന്നുകൊണ്ട് പ്രവാചകനോട് അതൊരു പരാതിയായിട്ട് പറയുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ അവരോട് പറയുകയാണ്, ഞാൻ ഇനിയുമായി അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, അവരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്. ഖുറാൻ പറയുന്നതും അതന്നെയാണ്. താങ്കൾ ഭാര്യമാരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് താങ്കൾക്ക് അനുവദിക്കപ്പെട്ട ഒരു കാര്യം താങ്കൾ എന്തിനാണ് നിഷിദ്ധമാക്കുന്നത്? നിഷിദ്ധമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രവാചകനെ തിരുത്തുന്നതും. അപ്പൊ അവിടെ പ്രവാചകൻ അവരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇനി അവരെ പ്രാപിക്കുകയില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. അതന്നെയാണ് അവിടെ തിരുത്തുന്നത്. ഇപ്പൊ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. കഴിഞ്ഞോ? തക്കിയാണെന്ന് വ്യക്തമായി, തക്കിയാണെന്നൊക്കെ ഒരു വ്യക്തമായി. മിനിറ്റ് എനിക്ക് തരുമോ സഹോദരങ്ങളെ? ഒരു മിനിറ്റ് എനിക്ക് തരുമോ? കുഴപ്പമില്ല. ശാന്തം പറ, ഒരു മിനിറ്റ്. അപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാനവരിൽ മഹോന്നതനായ എല്ലാ ഭാര്യമാർക്കും തുല്യ നീതി കൊടുത്ത് ഭാര്യമാരെ 9 പേരെയെ തുല്യമായിട്ട് സന്തോഷിപ്പിച്ച ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഈ ഹബ്സയ്ക്ക് കൊടുത്ത സമയത്ത് വീട്ടിൽ വന്നപ്പോൾ ഹബ്സ വീട്ടിലില്ലാതിരുന്നത് കൊണ്ട് ഈ മാരിയത്തുമായിട്ട് പ്രാപിച്ചു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് നജീബ് അങ്ങനെ പറയുമ്പോൾ തുല്യനീതി കൊടുത്തു. തുല്യനീതി കൊടുക്കാന്ന് പറഞ്ഞാൽ ഭാര്യമാർക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ല. അത് ചെയ്തു എന്ന് താങ്കൾ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വെക്കരുത്. താങ്കൾ അങ്ങനെ വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് താങ്കൾ പോയിന്റോട് വരുമ്പോഴാണ് ചോദ്യം ഉണ്ടാവുന്നത്. താങ്കൾക്ക് പറയാം, മുഹമ്മദിന്റെ ഭാര്യമാരുടെ ഇടയ്ക്ക് ചില പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ പ്രശ്നം താങ്കൾ പറയുകയാണ് ഭാര്യമാർക്കിടയിൽ തുല്യനീതി നടത്തി. അതിനുശേഷം പറയുകയാണ് ഹബ്സയുടെ ദിവസമായിരുന്നു അന്ന്. ഓക്കെ, ഹബ്സയുടെ ദിവസമായിരുന്നു അന്ന്. ഈ ഹബ്സ വീട്ടിലില്ല. ഈ ഇദ്ദേഹം മാന്യനായിരുന്നെങ്കിൽ വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ? ഇദ്ദേഹം മാന്യനായിരുന്നെങ്കിൽ, തുല്യനീതി കൊടുക്കുന്നവനായിരുന്നെങ്കിൽ. ഇവിടുത്തെ ചോദ്യം വരുന്നത് അവിടെയാണ് നജീബ്. അപ്പം അതുകൊണ്ട് പക്ഷെ നജീബ് പറയുന്നു അത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല, അത് നിങ്ങളുടെ വിശ്വാസം. പക്ഷെ എൻ്റെ മറ്റൊരു ചോദ്യമുണ്ട് നജീബ്. ഈ അടിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ വേലക്കാരിയായ മാരിയത്ത് മുഹമ്മദിന് പ്രാപിക്കുവാനായിട്ട് അള്ളാഹു അനുവദിച്ചു കൊടുത്തതായിരുന്നു എന്ന് മുഹമ്മദിന് അറിയാമായിരുന്നോ നജീബെ? എന്ത് മനസ്സിലായില്ല. ഈ മാരിയത്ത് എന്ന് പറയുന്ന സ്ത്രീയെ പ്രാപിക്കാനുള്ള അനുവാദം മുഹമ്മദിന് അള്ളാഹു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഞാൻ പറഞ്ഞല്ലേ, ഒരു ഉണ്ട്. ഓക്കെ, മുസ്ലിമിന് അനുവദിക്കപ്പെട്ടത്. താങ്ക് യു. അപ്പം ഞാൻ ചോദിക്കുന്നത്, അള്ളാഹു അവിടെ വിഷമിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹോദരൻ. അതൊരു വലിയ ചോദ്യമാണ്. കാരണം ഞാൻ നിനക്ക് അനുവദിച്ച് തന്നത് ഭാര്യമാരുടെ പ്രീതിക്ക് വേണ്ടി നീ എന്തിനാണ് ചെയ്യാതിരിക്കുന്നത്? ഇതല്ലേ അള്ളാഹു അവിടെ ചോദിക്കുന്നത്? അതെ. ഓക്കെ. അപ്പം നിങ്ങളുടെ ഈ പ്രവാചകൻ നിങ്ങളുടെ പ്രവാചകന്റെ സൃഷ്ടാവായ നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു അനുവദിച്ചു കൊടുത്തൊരു കാര്യം ഭാര്യമാരുടെ പ്രീതിക്ക് വേണ്ടി അവിടെ ചെയ്യാതിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, നജീബിന്റെ ദൈവം അനുവദിച്ചു തരുന്നൊരു കാര്യം താങ്കളുടെ ഭാര്യമാരുടെയോ അപ്പൻ്റെയോ മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ ആരെങ്കിലും പ്രീതിക്ക് വേണ്ടി ചെയ്യാതിരിക്കുമോ? നമ്മള് അങ്ങനെ ചെയ്യാതിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതന്നെയല്ലേ നമുക്ക് അതിന് കിട്ടുന്ന നജീബ് പാഠം തന്നെയല്ലേ. നജീബ് അതല്ല നമ്മൾ സിമ്പിളായിട്ട് പോയി കഴിഞ്ഞാൽ താങ്കൾക്കും എളുപ്പമാണ്, എനിക്കും എളുപ്പം. എൻ്റെ ചോദ്യം ഇതാണ്, താങ്കളോട് താങ്കളുടെ സൃഷ്ടാവായ പ്രപഞ്ച സൃഷ്ടാവ് ഒരു കാര്യം അനുവദിച്ച് തരികയാണ്, നജീബിന് ഇത് ചെയ്യുക. പക്ഷെ നജീബ് നോക്കുന്നു എൻ്റെ ഭാര്യമാർക്ക് ഇത് ഇഷ്ടമല്ല, മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല, ഞാൻ ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം താങ്കൾ എടുക്കുമോ ഇല്ലയോ? അതായത് നമ്മള് തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതല്ല, പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ അത് നജീബ് തൽക്കാലം ഒന്നും ഞാൻ ചോദിച്ചത് താങ്കളുടെ പ്രപഞ്ച സൃഷ്ടാവ് ഒരു കാര്യം അനുവദിച്ചു തന്നു, നജീബിന് ഇത് ചെയ്യാം, ഒരു തടസ്സവുമില്ല എന്ന് പ്രപഞ്ച സൃഷ്ടാവ് അനുവദിച്ചു തന്നു. പക്ഷെ താങ്കൾ പറയുകയാണ് എൻ്റെ ഭാര്യമാർക്ക് മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം താങ്കൾ എടുക്കുമോ ഇല്ലയോ? ഇതാ ചോദ്യം.
നമ്മൾ അങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ, അങ്ങനെ ഓക്കെ, എടുക്കേണ്ട താങ്ക് യു. ആവശ്യമില്ല. അപ്പൊ അതന്നെയല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കളുടെ പ്രവാചകനായ മുഹമ്മദ് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹു അനുവദിച്ചു കൊടുത്തത് അവിടെ ഭാര്യമാരുടെ പ്രീതിക്ക് വേണ്ടി ചെയ്യാതിരുന്ന ഒരു വ്യക്തിയാണ് താങ്കൾക്ക് ഇപ്പൊ പറയാൻ പറ്റുമോ? ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ തിരുത്തപ്പെട്ടില്ലേ? തിരുത്തിയോ ഇല്ലയോ എന്നുള്ളതല്ല സഹോദരൻ. കാരണം പിന്നെന്താണ്? പ്രപഞ്ച സൃഷ്ടാവിന്റെ രോദനം അവിടെ കാണണം താങ്കൾ. ഒരു പ്രപഞ്ച സൃഷ്ടാവ് വന്ന് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ നിനക്ക് അനുവദിച്ച് തന്നത് ഭാര്യമാരുടെ പ്രീതിക്ക് വേണ്ടി, നീ എന്തിനാണ് ചെയ്യാതിരിക്കുന്നത്? അവിടെ ഒരു വലിയ സങ്കടം, വിഷമം, വേദനയും അള്ളാഹുവിനുണ്ട്. അപ്പൊ ചോദ്യം ഇതാണ്, എൻ്റെ ഒരു സംശയം ഇതാണ്, അള്ളാഹു എന്ന് പറയുന്ന നിങ്ങളുടെ പ്രപഞ്ച സൃഷ്ടാവ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രവാചകൻ അനുവദിച്ചു കൊടുത്തത് ഭാര്യമാരുടെ പ്രീതിക്ക് വേണ്ടി അദ്ദേഹം ചെയ്യാതിരുന്നത് ശരിയാണോ തെറ്റാണോ? എന്തോ ഒരു കഷ്ടം. അതുകൊണ്ടല്ലേ ബ്രദറെ തിരുത്തിയത്? പ്രവാചകന്റെ പ്രത്യേകത തന്നെയല്ലേ? അപ്പൊ പ്രവാചകന്മാരുടെ തെറ്റുപറ്റി. അടുത്ത് നജീബ് ഒരു മിനിറ്റ്. അപ്പൊ മുഹമ്മദിന് തെറ്റുപറ്റി അല്ലേ? മുഹമ്മദിന് തെറ്റ് പറ്റിയെന്ന് മാത്രമല്ല, ഉടനെ ആ തന്നെ അത് തിരുത്തപ്പെടുകയും ചെയ്തു. അല്ല, അത് തിരുത്തി നോക്കി സമ്മതിച്ചു. പക്ഷെ ആ മുഹമ്മദിന് അവിടെ തെറ്റുപറ്റി. താങ്കൾ സമ്മതിച്ചോ? അതെ, സമ്മതിച്ചു. സമ്മതിച്ചു. വെരി ഗുഡ്. എനിവേ താങ്ക് വെരി യു ഗുഡ്. നജീബെ, താങ്ക് യു. ഇപ്പൊ ആദ്യമായിട്ടാണ് നജീബ് ഇവിടെ വന്നിട്ട് ഒരു മാന്യമായ മറുപടി പറയുന്നത്. മുഹമ്മദിന് താങ്ക് യു. തെറ്റുപറ്റി. യാ രണ്ട് തെറ്റുണ്ട്. അപ്രീഷിയേറ്റ് ചെയ്യും. അതെ, മുഹമ്മദിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഒറ്റ സെക്കൻഡ്. അപ്പൊ മുഹമ്മദിന് രണ്ട് തെറ്റോടെ പറ്റി. ഒന്ന്, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി. രണ്ട്, ഭാര്യമാരുടെ മുമ്പിൽ തെറ്റുപറ്റി. ശരിയല്ലേ? ഒരു സെക്കൻഡ്. ഇതിനകത്ത് ആരെങ്കിലും ഇടയ്ക്ക് കയറിയാൽ അപ്പോഴേ താഴെ ഇടും. ഇവർ രണ്ടുപേരും സൽമാൻ, ഞാൻ മാത്രമാണ് കഴിഞ്ഞു. സംസാരിക്കുന്നത്. സൻപർ, ഞാൻ കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ലാസ്റ്റ് ചോദ്യമാണ്. നജീബ്, അവിടെ രണ്ട് തെറ്റാണ് അവിടെ പറ്റിയിരിക്കുന്നത്. ഒന്ന്, പ്രപഞ്ച സൃഷ്ടാവായ നിങ്ങളുടെ അള്ളാഹുവിന്റെ മുമ്പിൽ മുഹമ്മദിന് തെറ്റുപറ്റി. രണ്ട്, ഭാര്യമാരുടെ മുമ്പിൽ തെറ്റുപറ്റി. ശരിയല്ലേ? നിങ്ങളുടെ മുന്നിലും തെറ്റ് പറ്റിയില്ലേ? സോൾജറിന്റെ ഞാൻ മുന്നിലും ചോദിച്ചത് അള്ളാഹുവിന്റെ മുമ്പിൽ ഭാര്യമാരുടെ മുമ്പിൽ തെറ്റുപറ്റിയോ? നിങ്ങളുടെ മുന്നിലും പറ്റിയില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തായിരുന്നു തെറ്റെന്നുള്ളത്? സഹോദര, എന്റെ മുമ്പിലല്ല ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ അതിനെന്താ? പ്രവാചകൻ മുഹമ്മദിന് അള്ളാഹുവിന്റെ മുമ്പിലും ഭാര്യമാരുടെ മുമ്പിലും തെറ്റുപറ്റിയോ ഇല്ലയോ? ഭാര്യമാരുടെ മുന്നിൽ, അള്ളാഹുവിന്റെ മുന്നിൽ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ പക്ഷെ വന്ന അതാണ് വിഷയം. തെറ്റെന്താണ്? അതാണ് വിഷയം. അനുവദിക്കപ്പെട്ട കാര്യം പ്ലീസ് നജീബ്, ഇവിടെ ഇല്ലല്ല, ഇവിടെ വിഷയം അതാണ്. മുഹമ്മദിന് ദൈവ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിലും ഭാര്യമാരുടെ മുമ്പിലും തെറ്റുപറ്റിയോ ഇല്ലയോ? കഴിഞ്ഞോ? ഇനി ഞാൻ പറയട്ടെ. പറഞ്ഞു. ജസ്റ്റ് ഒരു ആൻസർ പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് ഞാൻ നിർത്തുക, ബാക്കി സ്ഥലത്തോട്ട് പോകും. അല്ല, നിങ്ങളെ ജസ്റ്റും എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് പറഞ്ഞോളൂ. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ വാചകം കംപ്ലീറ്റ് ചെയ്തിട്ട് പറയട്ടെ. നിങ്ങളത് കഴിഞ്ഞിട്ട് പറയൂ. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഈ 66:1 എന്ന് പറയുന്ന നിങ്ങളുടെ ആയത്തിനകത്ത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ മുമ്പിലും ഭാര്യമാരുടെ മുമ്പിലും മുഹമ്മദിന് തെറ്റുപറ്റി താങ്കൾ ഇപ്പോൾ സമ്മതിച്ചു. ഇത് രണ്ട് സ്ഥലത്ത് തെറ്റുപറ്റിയ നാളെ എൻ്റെ വിശ്വാസം അള്ളാഹുവിന്റെ മുമ്പിലും ഭാര്യമാരുടെ മുമ്പിലും. ഇത് ശരിയാണ് തെറ്റാണ് താങ്കൾ പറഞ്ഞാൽ മതി. ഓക്കെ, സോൾജറെ, എത്ര ആളുടെ മുന്നിൽ എന്നുള്ളതല്ല, വന്ന തെറ്റെന്താണ് എന്നുള്ളതും അത് എന്താണ്, ഏത് രീതിയിലാണ് തിരുത്തപ്പെട്ടത് എന്നുള്ളതും ഇപ്പം നമ്മളെ സംസാരത്തിൽ വന്നു. പ്രവാചകൻ എന്ന് പറയുമ്പം തന്നെ മനുഷ്യരിൽ നിന്നും നമ്മിൽ നിന്നും ഉത്കൃഷ്ടനായ ഒരാളെ തിരഞ്ഞെടുത്തിട്ടാണ് പ്രവാചകനാക്കുന്നത്. പക്ഷെ പ്രവാചകന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രവാചകന് എന്തെങ്കിലും ഒരു അപാകത വന്നാൽ ഉടനെ അത് തിരുത്തപ്പെടും. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ അടുത്ത് നമുക്ക് നിലനിൽക്കുന്ന യാതൊരു തെറ്റും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾക്ക് സാധാ മനുഷ്യന്മാരെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയോ അല്ല. പ്രവാചകൻ വഹി ലഭിക്കുന്ന പ്രവാചകനാണ്, ദിവ്യബോധന ലഭിക്കുന്ന പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുന്നിൽ മാതൃകയാണ്. പ്രവാചകന്റെ മുന്നിൽ എന്തെങ്കിലും അപാകത വന്നാൽ ഉടനെ തിരുത്തപ്പെടും. അതുകൊണ്ടാണ് പ്രവാചകൻ മഅസൂമാണ് എന്ന് അറിയപ്പെടുന്നത്. മഅസൂം എന്ന് പറഞ്ഞാൽ കുറ്റരഹിതനായിട്ടുള്ള ആൾ. അതുകൊണ്ട് പ്രവാചകൻ ഈ വിഷയത്തിൽ പ്രവാചകന്റെ സംസാരത്തിൽ വന്ന ആ കാര്യം തിരുത്തിക്കൊണ്ട് ഉടനെ വചനങ്ങൾ ഇറങ്ങുകയും അങ്ങനെ ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക് എന്ന് പറഞ്ഞിട്ട് പ്രവാചകനെ തിരുത്തുകയും ചെയ്തു. അത് ഈ ഭാര്യമാരുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവാണ് തിരുത്തുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അതിന് മനസ്സിലാവുന്ന കാര്യം. ഇനി ഭാര്യമാരുടെ മുന്നിൽ, അള്ളാഹുവിന്റെ മുന്നിൽ എന്ന് വ്യത്യസ്തമായിട്ട് വേറെ പറയേണ്ട ആവശ്യം. താങ്ക് യു. ഇനി താങ്കൾക്ക് പറയാൻ ഇത്രയും സമയം തന്നു. ഇനി എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുക പ്ലീസ്. 1 മിനിറ്റ് എടുത്തിട്ട് എന്റെ ചോദ്യം ഇതായിരുന്നു, മുഹമ്മദിന് അള്ളാഹുവിന്റെ മുമ്പിലും ഭാര്യമാരുടെ മുമ്പിലും പറ്റിയോ ഇല്ലയോ? ഇതായിരുന്നു എന്റെ ചോദ്യം. അതിന് താങ്കൾ ഉത്തരം പറഞ്ഞോളൂ. താങ്കൾ ഇത്രയും നേരം വേറെ എന്തൊക്കെയോ പറഞ്ഞു. താങ്കളുടെ വിശ്വാസം, താങ്കളുടെ ബോധ്യത്തിലുള്ളത് പറഞ്ഞു, ഞങ്ങളത് കേട്ടു. ഇനി എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുക. മുഹമ്മദിന് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിലും ഭാര്യമാരുടെ മുമ്പിലും തെറ്റുപറ്റിയോ ഇല്ലയോ? നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ വേണ്ടത്, അതല്ല ഈ വിഷയം പഠിക്കുകയാണോ വേണ്ടത്? നിങ്ങളെ ചോദ്യം ഇതൊന്നും അല്ലായിരുന്നു. പ്രവാചകൻ വ്യഭിചാരം ചെയ്തോ എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ചോദ്യം. അപ്പൊ അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായി വ്യഭിചാരമല്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെ പോലെ ഞാൻ പറഞ്ഞല്ലോ,
വ്യഭിചാരം എന്താണ് എന്നുള്ള നിർവചനം എൻ്റെ നിർവചനമല്ല നജീബിൻ്റെത്. നജീബ് പറയുന്നു ഭാര്യ വീട്ടിലില്ലാത്തപ്പോൾ വേലക്കാരുമായിട്ട് സംഗമിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല, അത് വ്യഭിചാരമല്ല താങ്കൾ പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല സഹോദര. അപ്പോൾ അതുകൊണ്ട് അത് വിട്. ഇവിടുത്തെ ചോദ്യം, മുഹമ്മദിന് അള്ളാഹുവിൻ്റെ മുമ്പിലും ഭാര്യമാരുടെ മുമ്പിലും തെറ്റുപറ്റിയോ ഇല്ലയോ? ഇതിന് ഒരു ഉത്തരം താങ്കൾ പറഞ്ഞോളൂ. അതെ, നിങ്ങൾക്കിപ്പോൾ വേണ്ടത് തെറ്റുപറ്റി എന്നുള്ള എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അത് പോസ്റ്റ് അടിക്കാനും വേണ്ടിയിട്ടാണോ, അതല്ല ഈ കാര്യം എനിക്ക് മനസ്സിലാക്കാനാണോ? താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഖുർആൻ കാര്യം അനുസരിച്ചുള്ള ഇത് പറഞ്ഞാൽ മതി. മനസ്സിലാക്കാനാണ് എന്നുണ്ടെങ്കിൽ ഈ വിഷയം ഇത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇല്ല വന്ന തെറ്റ് എന്നുള്ളതും ഈ കാര്യം എങ്ങനെയാണ് അത് തിരുത്തപ്പെട്ടത് എന്നുള്ളതും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നജീബ് ഇല്ല നിങ്ങൾക്ക് ഇല്ല, ഈ കാര്യം വേണ്ടത് പറഞ്ഞില്ല. പോസ്റ്റർ എനിക്ക് അടിക്കാനാണോ? എന്താണ് എനിക്കൊന്നും നിങ്ങളുടെ ഉദ്ദേശം? മനസ്സിലായില്ല. പറയൂ. നജീബ് എനിക്കൊന്നും പറഞ്ഞില്ല. മനസ്സിലായില്ല. സോൾജർ ബ്രദറിന്റെ നജീബ് ഉത്തരം എനിക്ക് കിട്ടിയില്ല. നജീബ് ചെറിയൊരു സിൻസിയാരിറ്റി കാണിച്ചു, അതിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. താങ്കൾ പറഞ്ഞു മുഹമ്മദിന് തെറ്റുപറ്റി. എൻ്റെ പക്ഷെ ചോദ്യം പോസ്റ്റ് ഇതാണ്. അടിക്കാൻ കിട്ടിയില്ല, അതാണോ വിഷയം? അല്ലല്ല, എൻ്റെ ചോദ്യം ഇതാണ്, പിന്നെ എന്താണ് അള്ളാഹുവിന്റെ നിങ്ങളുടെ മുമ്പിൽ വിഷമം? എന്താണ് അത് പറയൂ. ഭാര്യമാരുടെ മുമ്പിൽ മുഹമ്മദിന് തെറ്റുപറ്റിയോ? ഇതാണ് എൻ്റെ ചോദ്യം. എന്താണ് അച്ഛൻ ബ്രദറിന് എന്താ മനസ്സിലായത്? ഒന്ന് പറഞ്ഞു കൊടുക്കുക അച്ഛൻ ബ്രദർ. അച്ഛൻ ബ്രദർ ഒന്നും ഇതിനകത്ത് ഇൻവോൾവ് ആകത്തില്ല. നജീബ് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അല്ല അതുപോലെ ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഇല്ല, ഞാൻ വേറെ പറഞ്ഞല്ലോ, ആരും ഇതിന്റെ ഇടയ്ക്ക് പ്രവാചകൻ കയറരുത്. സോൾജറും നജീബും മാത്രം സംസാരിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, പ്രവാചകൻ അനുവദിക്കപ്പെട്ട ഒരു കാര്യം ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം നിഷിദ്ധമാക്കിക്കൊണ്ട് ഭാര്യമാരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു. അത് അങ്ങനെ പറയേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തിരുത്തുകയും ചെയ്തു. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് പ്രവാചകന് തെറ്റുപറ്റി, നജീബ് ഇതാ വോയിസ് എന്ന് കേൾപ്പിക്കാനാണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞോളൂ. സോൾജർ പറയൂ. സോൾജർ ബ്രോ കേൾക്കുന്നുണ്ടോ? നല്ല ഉത്തരം. തെറ്റ് പറ്റിയോ ഇല്ലയോ? പറ്റിയെങ്കിൽ പറ്റിയെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. അത്രേ ഉള്ളൂ. ഈ രണ്ട് ഉത്തരവേ ഉള്ളൂ അതിന്. പറ്റിയില്ലെങ്കിൽ പറ്റിയില്ലെന്ന് അങ്ങ് പറ, പറ്റിയെങ്കിൽ പറ്റിയെന്നും പറ. നജീബേ, പറ്റിയെങ്കിൽ പറ്റിയെന്ന് പറ, പറ്റിയില്ലെന്നാണ് താങ്കൾക്ക് തോന്നുന്നതെങ്കിൽ പറ്റിയില്ല എന്ന് പറ. അത്രേ ഉള്ളൂ. ഓക്കെ, അലൻ ബ്രദറിന് ഇപ്പൊ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നുകൂടി റിപ്പീറ്റ് കോയിൻ ചെയ്യാം. ഫ്ലിപ്പ് ചെയ്താൽ ഒന്നുകിൽ ഹെഡ് വരും അല്ലെങ്കിൽ ടെയിൽ വരും. ഹെഡും ടെയിലും രണ്ടും കൂടെ വരത്തില്ല. അന്നേരം ഹെഡ് ആണോ ടെയിൽ ആണോ എന്നുള്ള ആ ഒരു കൺസെപ്റ്റില് തെറ്റ് പറ്റിയോ അല്ലെങ്കിൽ തെറ്റ് പറ്റിയില്ലയോ ഓക്കെ, അത് അപ്പോൾ പറ. അലൻ ബ്രദർ നോക്കണം കേട്ടോ, ഹെഡാണോ ടൈലാണോ നോക്കണം. ഞാൻ ഒന്നുകൂടി പറയാം. ഓക്കെ, ഞാൻ കോയിൻ ഇടാൻ പോവാണ്. എന്നിട്ട് ഹെഡാണോ ടൈലാണോ എന്നുള്ളത് അലൻ ബ്രദർ നോക്കുക. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു അലൻ ബ്രദർ ബിസി ആയിരുന്നു തോന്നുന്നു. എന്തായിരുന്നാലും ഇവിടെ പ്രവാചകന് അനുവദിക്കപ്പെട്ട ഒരു കാര്യം, പ്രവാചകൻ ഭാര്യമാരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇനി അത് ചെയ്യുകയില്ല, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ കാര്യം ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ പറഞ്ഞപ്പോൾ അള്ളാഹു പ്രവാചകനെ തിരുത്തുകയാണ്. താങ്കൾക്ക് അത് അനുവദിക്കപ്പെട്ട ഒരു പിന്നത്തെ കാര്യം, കാര്യം. അത് അടുത്ത കാര്യമാണ്. കോയിൻ വീണിട്ടില്ല ബ്രദറെ, ഒരു മിനിറ്റ്. കോയിൻ എയറിലാണ്, ഒന്ന് വെയിറ്റ് ചെയ്യൂ പ്ലീസ്. ഇല്ല, അപ്പോൾ എയറിലല്ല. കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്നില്ല. താങ്കൾ വേറെ എന്താണ്ടോ ഇല്ല, ചെയ്യാൻ. താഴെ വീണിട്ട് നിങ്ങൾ നോക്കി, ഹെഡാണോ ഇല്ല, ടൈലാണോ നോക്കി. താഴെ വീണിട്ട് ഒരു മിനിറ്റ്. താഴെ അപ്പൊ നിങ്ങൾ വീണ കോയിൻ കേട്ടിട്ടുണ്ട്, താഴെ വീണ കോയിൻ നിങ്ങൾ ഉരുണ്ട് അങ്ങ് വിചാരിച്ച എവിടെയോ കാര്യം പോയി. കിട്ടിയിട്ടില്ല, അതാണ് സംഭവം. താഴെ വീണതിന് അപ്പൊ ശേഷം നിങ്ങൾക്ക് എവിടെയോ ഉരുണ്ട് പോയി. ഓക്കെ. നജീബിനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. നജീബ് മുഹമ്മദിന് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു, അതിൽ അപ്രീഷിയേറ്റ് നമ്മൾ ചെയ്തു. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, മുഹമ്മദിന് അവിടെ തെറ്റ് പറ്റിയത് ഒന്ന് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിലും ഭാര്യമാരുടെ മുമ്പിലുമാണ് തെറ്റ് പറ്റിയത്. അതായിരുന്നു എൻ്റെ ചോദ്യം. അതിനെ നജീബ് എന്താണ് ഉത്തരം പറഞ്ഞതെന്ന് കേട്ടില്ല. നജീബിന് അതിൻ്റെ ഉത്തരം ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഇല്ല, അതിനായിട്ട് മാത്രം ഒരു ഉത്തരം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് നിങ്ങൾ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്, ആരൊക്കെയാണ് ഇടപെട്ടത്, നിങ്ങൾക്ക് തന്നെ അറിയാം. ഓക്കെ, അപ്പം നജീബ്, താങ്ക് യു നജീബ്, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഏതായാലും നജീബ് നമ്മൾ എന്താണോ വിചാരിച്ച് വെച്ചിരിക്കുന്നത് അത് ശരിയാണ്, അതിനെ മാറ്റുവാനായിട്ട് നജീബിന് താല്പര്യമില്ല. അപ്പോൾ അവിടെ വായിച്ചു കഴിയുമ്പോൾ, കാരണം അവിടെ പ്രപഞ്ച സൃഷ്ടാവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്തിനാണ് തെറ്റ് തിരുത്തി കൊടുക്കുകയല്ല ചെയ്തത്, ഒരു താക്കീത് കൊടുക്കുകയാണ് ചെയ്തത്. നീ എന്തിനാണ് ഞാൻ അനുവദിച്ചു തന്നതാണ്. അങ്ങനെ പറയുമ്പോൾ അവിടെ അള്ളാഹുവിന് മുമ്പിൽ മുഹമ്മദിന് തെറ്റുപറ്റി. അതുകൊണ്ടാണ് അള്ളാഹു കരഞ്ഞുകൊണ്ട് താക്കീത് പോലെ വാണിംഗ് കൊടുക്കുന്നത്. നീ എന്തിനാണ് ഞാൻ അനുവദിച്ചു തന്നത്, നീ ചെയ്യാതിരുന്നത്. രണ്ട്, ഭാര്യയുടെ മുമ്പിലും തെറ്റുപറ്റി. അതുകൊണ്ടാണ് ഭാര്യയോട് പറഞ്ഞത് ഇനിമേലും ഞാനത് ചെയ്യില്ല. അപ്പോൾ ഇനി നജീബ് പറയേണ്ടത്, മുഹമ്മദ് വെറും ഒരു പച്ച മനുഷ്യനാണ്. ആ മനുഷ്യന് തെറ്റുപറ്റാം. പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്താലും അദ്ദേഹത്തിന് തെറ്റും കുറ്റവും പാവവും ഒക്കെ പറ്റിയ ഒരാളാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ പേഴ്സണൽ അടിമറിയാണ്, നജീബ് എന്ത് വിശ്വസിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം,
ദൈവത്തിൻ്റെ മുമ്പിലും ഭാര്യയുടെ മുമ്പിലും, ഈ ഒരു ഒറ്റ ആയത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഭാര്യയുടെ മുമ്പിലും തെറ്റ് ചെയ്ത് ആ തെറ്റ് കാണിച്ചു കൊടുക്കപ്പെട്ട ഒരു വ്യക്തിയെ നജീബ് പറയുകയാണ് അദ്ദേഹം മാനവരിൽ മഹോന്നതനാണ്, അദ്ദേഹം ലോകത്തിന് മാതൃകയാണ്, അദ്ദേഹത്തിന് ഒരു പാപവുമില്ല, ഒരു തെറ്റും സംഭവിക്കാത്തവനാണെന്ന് താങ്കൾ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നജീബ്, ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ചോദ്യങ്ങളൊന്നുമില്ല. നജീബ് ആയാലും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മുഹമ്മദ് ഒരു തെറ്റുകാരനാണെന്ന് സമ്മതിക്കുകയും തന്നെയുമല്ല പല പ്രാവശ്യം തെറ്റുകൾ പറ്റിയിട്ടുള്ളത് കൊണ്ട് ആ തെറ്റ് ചെയ്ത സമയത്ത് അള്ളാഹു ആയത്തിറക്കി തിരുത്തി കൊടുത്തിട്ടുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് താങ്കളോട് വെച്ചതുകൊണ്ട് എനിക്ക് ഇനി വേറെ ഒന്നും പറയാനില്ല. ഇനി സൺബ്രോ പറയാനുള്ള ചോദിക്കാം, നിങ്ങൾക്ക് ആർക്കും വേണം മൈക്കെടുക്കാം. ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിക്കാം സാറേ, ഒരു മിനിറ്റ്, ചോദിച്ചോളൂ. എനിക്കല്ലേ ചാൻസ് തന്നെ. ചോദിക്കട്ടെ. അതായത് ഇപ്പൊ പറഞ്ഞില്ലേ ഭാര്യയുടെ അല്ലാഹു പറയാണ്ട് മുഹമ്മദ് എന്തെങ്കിലും പറയോ നജീബ്? ഒരു 5 minutes കേട്ടോ, ഇപ്പോൾ വരാം, ഒരു 5 minutes കഴിഞ്ഞിട്ട് വരാം. ഓക്കെ.